മധ്യ ഇറങ്ങി വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ലവനായ ദൈവമേ, ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ വർഷിക്കണമേ. തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ ആക്കണമേ. വചനം തന്നെയായ ദൈവമേ, ഞങ്ങൾ വചനങ്ങൾ ഓരോ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഒരു വചനം പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ, ആത്മാവിൽ, മനസ്സിൽ മാംസം ധരിക്കാതെ കടന്നു പോകുവാൻ അനുവദിക്കരുത്. ഓരോ വചനവും ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിമറിച്ച് പുതുതാക്കി തീർക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ പ്രകാശത്തിൽ ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും തിരുത്തേണ്ടവ തിരുത്തുവാനും കഴിയട്ടെ. വലിയ ശക്തിയും ധൈര്യവും പ്രത്യാശയും ഞങ്ങൾ നിറയട്ടെ. വചനം പങ്കുവയ്ക്കാൻ കടന്നു വന്ന സഹോദരനെ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ സ്നേഹ കൂട്ടായ്മയിൽ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ തിരുത്തത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ കർത്താവെ, ബ്രദറിലൂടെ അങ്ങ് സംസാരിക്കണമേ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ത്രിയേക ദൈവമേ, ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, കടന്നു വരണമേ. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കരുണയും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നീർച്ചാലുകളാണ് ഓരോ വചനവും എന്ന് മനസ്സിലാക്കുന്നു. വചനത്തിൽ ആഴപ്പെടുവാൻ, വചനം മനസ്സിൽ മനനം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൊളോസ്യസ് 4:3 തിരുവചനം, ദൈവവചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കുവാനുമായി ഞങ്ങൾക്ക് കൃപ തരണമേ. ആനന്ദത്തോടെ വചനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ദൈവത്തിന്റെ സുവിശേഷം സധൈര്യം പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും ബലവും പ്രദാനം ചെയ്യുവാൻ ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയെ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ്, യൗസപിതാവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, സാംസനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ തീഷ്ണതയെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. അഭിഷേകം നിറയട്ടെ. നമുക്കൊന്നിയേറെ നമുക്കൊന്ന് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. നിറയട്ടെ. ശക്തി വ്യാപിക്കട്ടെ. ആനന്ദം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി വ്യാപിക്കട്ടെ. നിറയട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധ പരമാധിക കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധിക കാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ തിരുത്തത്തെ കുറിച്ച് ക്ലാസ് എടുത്തു തരുന്ന ബ്രദറിനെ നമുക്ക് പരിശുദ്ധ തിരുത്തത്തിന്റെ ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ അങ്ങയുടെ നാമം നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വം, അതിന്റെ സത്ത, ഇതിനെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായും ലളിതമായും കഴിഞ്ഞ 2 ക്ലാസ്സുകളായി ബ്രദർ ജിൻഡോ നമുക്ക് വിവരിച്ചു തന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും വളരെ സ്നേഹത്തോടെ ജിൻഡോ ബ്രദറിനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിൻഡോ ബ്രദർ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തുടങ്ങാം. ഓക്കെ, ശരി. ഒരു വചനം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമായി പിതാവിനെ അറിയുന്നതിന് വേണ്ടി യേശുവിനെ അറിയുക, യേശുവിനെ അറിയുമ്പോൾ പിതാവിനെ അറിയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. 7-ാം വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. പിന്നെ വീണ്ടും പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ പ്രമാണത്തിൻ്റെ പകുതിയോളം ഭാഗം പരിശുദ്ധ തൃത്വത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും തൃത്വം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരായി മാറുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനാണ് കോട്ടം സംഭവിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അറിവാണോ അനുഭവമാണോ? ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും പറയുന്നൊരു ഉത്തരം വിശ്വാസം എന്ന് പറയുന്നത് അനുഭവമാണെന്നായിരിക്കും. കാരണം ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ കാതലായിട്ടൊരു കാര്യമായി നമ്മൾ പറയുക. എനിക്ക് ദൈവാനുഭവം ലഭിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അനുഭവമല്ല, അറിവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് ഞാനൊരു അച്ഛൻ ക്ലാസ് എടുത്തിരുന്ന് കടമെടുത്താ പറയുന്നത്. അതായത് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ലോകത്തുള്ള സകല കത്തോലിക്കർക്കും ഒന്ന് തന്നെയാണ്. അമേരിക്കയിലുള്ളവർക്ക് ഒരു വിശ്വാസം, ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം, അങ്ങനെയല്ല. ലോകത്തുള്ള എല്ലാവർക്കും ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ പ്രമാണത്തിലെ വിശ്വാസത്തിലെ ഏതെങ്കിലും ഒന്നിൽ വ്യതിചലിച്ചാൽ
ഓട്ടോമാറ്റിക്കലി നാം ഓരോരുത്തരും ക്രിസ്ത്യാനിറ്റിക്ക് പുറത്താണ്. ഇതാണ് വസ്തുത. അപ്പൊ നമ്മെ ഓരോരുത്തരെയും സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ്. മാമോദീസയിൽ വളരെ വ്യക്തമായി നമുക്ക് അറിയാം, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന കാര്യം, വിശ്വാസം എന്നത് ഞാൻ അറിയാതെ എന്തോ ഏറ്റു ചൊല്ലുകയാണെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ നിന്നുള്ളതല്ലെങ്കിൽ എൻ്റെ ക്രിസ്ത്യാനിറ്റിക്ക് അപകടം പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു വസ്തുതയുണ്ട്, എന്തിനാണ് നമ്മളിങ്ങനെ തൃത്വത്തെക്കുറിച്ചും ക്രിസ്റ്റോളജിയെ കുറിച്ചൊക്കെ അറിയാൻ പോകുന്നത്? എന്തിനാണ് എസ്കറ്റോളജി ഒക്കെ അറിയുന്നത്? ഞാനും ദൈവവുമായി ഒരു ബന്ധം ഉണ്ടായാൽ പോരെ, ആ ബന്ധത്തിൽ നിന്നല്ലേ എല്ലാ വിശ്വാസവും ഉണ്ടാവുന്നത് എന്ന് പറയും. എന്നാൽ ഓരോരുത്തർക്കും ഓരോ ബന്ധമായിരിക്കും ദൈവത്തോട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ദൈവത്തോട്. നമ്മൾ സഭ പഠിപ്പിക്കും, സ്വകാര്യ വെളിപാടുണ്ട്, പൊതു വെളിപാടുണ്ട്. സ്വകാര്യ വെളിപാട് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പേഴ്സണലൈസ് ചെയ്യുന്ന അനുഭവങ്ങളാണ്. ഞാൻ കണ്ട ദർശനം, ഞാൻ കണ്ട അനുഭവം, മാതാവിനെ പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെ കാര്യങ്ങളാണ്. എന്നാൽ പൊതു വെളിപാട് എന്ന് പറയുന്നത് ലോകത്തിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് യേശു ക്രിസ്തുവിലാണ് പൂർണ്ണമായിരിക്കുന്നത്. അത് സഭയാണ് വ്യാഖ്യാനിക്കുന്നത്. അത് എവിടെ നമുക്ക് കാണാം? അത് വിശ്വാസ പ്രമാണത്തിൽ കാണും. അതാണ് ഈ വിശ്വാസം എന്ന വസ്തുതയെ വ്യക്തമായ ആഴത്തിൽ പഠിക്കണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, എന്തിനാണ് വെറുതെ ഈ തിയോളജി ഒക്കെ പഠിക്കുന്നത്? അത് അച്ഛന്മാർ പഠിക്കട്ടെ, നമുക്കതൊന്നും പഠിക്കണ്ടല്ലോ എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളില് പല ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർക്ക് പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, എനിക്കിത് എങ്ങനെ, ഞാനിതൊക്കെ എന്തിനാ പഠിക്കണേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ജോസഫ് കോപ്പർത്തീനോ എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ തൃത്വം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന ആഴം, അദ്ദേഹം ഒരു നിരക്ഷരനായിരുന്നു. അദ്ദേഹം ഒരു ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ സഭ പുറന്തള്ളിയ, കപ്പുച്ചിൻ സഭ പുറന്തള്ളിയ വിശുദ്ധനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം അല്ലെങ്കിൽ ആഴത്തുള്ള വിശ്വാസം, അദ്ദേഹം ഏറ്റുപറയുന്ന തൃത്വത്തിന്റെ മഹനീയമായ ആ രഹസ്യങ്ങൾ, അത് അവിടെയുള്ള ബിഷപ്പിന് പോലും ബോധിച്ചിട്ട് ആ മനുഷ്യനെ പിടിച്ച് അച്ഛനയക്കുന്നുള്ള കാര്യം, അങ്ങനെ ചരിത്രമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, തൃത്വത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് കൂടുതലായും ബുദ്ധിയുടെ തലത്തിലല്ല, ഹൃദയത്തിന്റെ തലത്തിൽ ദൈവം നൽകുന്ന ജ്ഞാനമാണ്. ദൈവം കൊടുക്കണം, അല്ലാതെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നവർക്ക് മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. സഭ ഇത് പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വരമാണ്. ഇത്ര ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണെന്നും അത് വിശ്വാസത്തിന്റെ അടിത്തറയാണെന്നുള്ളതും അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറയാണെന്നുള്ളതും അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമ്മൾ കത്തോലിക്ക സഭയ്ക്ക് പുറത്താകുന്നു എന്നുള്ള വ്യക്തമായൊരു ബോധ്യം കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ദിവസം പഠിക്കുന്നത് ഹെരസ്യകളെ കുറിച്ചാണ്. ഹെരസ്യകളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഉള്ളിലും പുറത്തുമായി കടന്നു വന്ന പലവിധ തൃത്വത്തെക്കുറിച്ചുള്ള എതിരായിട്ടുള്ള പ്രബോധനങ്ങൾ. ഈ പ്രബോധനങ്ങൾ എങ്ങനെയാണ് ഇന്നുള്ള നമ്മെ സ്വാധീനിക്കുന്നത്? ഇന്നും പലരിലും അതിന്റെ സ്വാധീനം കിടക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം വന്നുപോയതാന്നേ. നമ്മൾ ഇന്ന് കാണുന്ന പലവിധ തെറ്റായ തൃത്വത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ഒരു കാലത്ത് സഭയിൽ ഇതൊക്കെ വന്നുപോയതാണ്. നമ്മൾ സഭാപിതാക്കന്മാർ എന്ന് പറയും, വേദപാരംഗതന്മാർ എന്ന് പറയും, അങ്ങനെ നമ്മൾ ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് പറയും, അങ്ങനെ തരംതിരിക്കാറുണ്ട്. എന്താ ഈ സഭാപിതാക്കന്മാർ എന്ന് പറഞ്ഞ? പാശ്ചാത്യ സഭയിലെ ലാറ്റിൻ സഭയിലെ 5-ാം നൂറ്റാണ്ട് വരെയും പൗരസ്ത്യ സഭയിലെ 7-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയെ രക്ഷിച്ചെടുത്ത, അതായത് വിശ്വാസത്തിലെ തെറ്റാതെ വിശ്വാസത്തെ രക്ഷിച്ചെടുത്ത വിശുദ്ധന്മാരാണ് ഈ സഭാപിതാക്കന്മാർ. 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, റോമിലൊക്കെ 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നൽകുകയും ഇനി അതിന് മീതെ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ളൂ. സഭയെ പടുത്തുയർത്തി കഴിഞ്ഞു, സഭയുടെ വിശ്വാസത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യം കൊടുത്തു കഴിഞ്ഞു, ഇനി അതിന് മീതെ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് 5-ാം നൂറ്റാണ്ടിന് കഴിഞ്ഞുള്ളവരൊന്നും സഭാപിതാക്കന്മാരല്ല. സഭയെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം 5-ാം നൂറ്റാണ്ട് വരെ കഴിഞ്ഞു എന്നുള്ള കാര്യം ലാറ്റിൻ സഭ എടുത്ത് നിർത്തുന്നത്. എന്നാൽ 7-ാം നൂറ്റാണ്ട് വരെ പൗരസ്ത്യ സഭ കയറി വന്നു. സിറിയയിലുള്ള
ജോൺ ഓഫ് ദമാസ്കസ് വരെ. ജോൺ ഓഫ് ദമാസ്കസ് അവസാനത്തെ സഭാപിതാവ്. എന്താ കാരണം? അദ്ദേഹമാണ് ആ സമയത്താണ് ഇസ്ലാം മതം പൗരസ്ത്യ സഭകളിലേക്ക് കടന്നു വന്നത്. അപ്പൊ അതിനെ കൂടിയിട്ട് റിബറ്റിൽ ചെയ്തിട്ടാണ് ജോൺ ഓഫ് ദമാസ്കസ് അവസാനത്തെ സഭാപിതാവായത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ തൃത്വത്തിനെതിരെ വളർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളെ കുറിച്ച് അറിയുകയും സഭാപിതാക്കന്മാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇനി നമ്മൾ ഓരോ ഹെരസ്യകളിലേക്ക് കടന്നിരിക്കുക. സഭയിൽ ആദ്യമായിട്ട് തൃത്വത്തിനെതിരെ കടന്നു വന്ന ഒരു ഹെരസി എന്ന് പറയുന്നത് ആരിനിസം എന്ന് പറയുന്ന ഒരു ഹെരസിയാണ്. പാഷണ്ഡത, അതായത് തൃത്വമല്ല ശരി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ആരിനിസം. അത് ആരിയൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത്. ആരിയൂസിന്റെ മുഖത്തടിച്ച വ്യക്തിയാണ് സെന്റ് നിക്ളോവാസ്. സെന്റ് നിക്ളോവാസ് എന്നെ നിങ്ങൾക്ക് അറിയും, പെട്ടെന്ന് പറയുമ്പോൾ സെന്റ് നിക്ളോസിന് അറിയില്ല എന്ന് പറയും. സെന്റ് നിക്ളോവാസ് ആണ് സാന്റാക്ലോസ്. സാന്റാക്ലോസ് എന്ന് നമ്മൾ പറയുന്നത് ക്രിസ്മസ് അപ്പൂപ്പൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ച മെത്രാനാണ്. അദ്ദേഹമാണ് ആരിയൂസിന്റെ ചെകിടത്തടിച്ച വ്യക്തി. എന്തുകൊണ്ടാണ്? വളരെ വ്യക്തമായി നിത്യ കൗൺസിൽ തൃത്വത്തെ പറ്റി അവതരിപ്പിച്ചതിന് ശേഷം അതെല്ലാവർക്കും മനസ്സിലായിട്ടും ആരിയൂസിന് മാത്രം മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നിനക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ, സഭയെ പുലർത്താൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് നിക്ളോവാസ് ആരിയൂസിന്റെ ചെകിടത്തടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ എന്താണ് ആരിയൂസ് കൊണ്ടുവന്ന വാദം? ആ വാദം വളരെ സിമ്പിളാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവമാണ് പിതാവ്. ദൈവത്തിന് ഒരു പുത്രനുണ്ട്, ആ പുത്രൻ ജനിച്ചവനല്ല, പിതാവായ ദൈവം സൃഷ്ടിച്ചവനാണ്, അതാണ് യേശു ക്രിസ്തു. സമയങ്ങൾക്ക് മുമ്പുള്ള സൃഷ്ടി മാത്രമാണ് വചനമാകുന്ന ദൈവം. പിന്നെ ദൈവത്തിന്റെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. അപ്പൊ ഒന്നാമത്തെ കാഡർ പിതാവ്. പിതാവിന്റെ താഴെയുള്ള ദൈവപുത്രൻ മാത്രമാണ് യേശു ക്രിസ്തു. അതൊരു സൃഷ്ടി മാത്രമാണ്. പിതാവായ ദൈവമാണ് വലിയ ദൈവം, പുത്രൻ ചെറിയ ദൈവം, പരിശുദ്ധാത്മാവ് അതിനും ചെറിയ ദൈവം. ഇതാണ് സബോർഡിനിസം. വ്യത്യസ്തമായ സത്തകള്, അതിന്റെ വലിപ്പ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് സബോർഡിനിസം. ഇതാണ് ആരിനിസം എന്ന് പറയുന്നത്. അപ്പൊ ആരിനിസം വാദിച്ചു കൊണ്ടുവന്നപ്പോൾ ബൈബിളിൽ പറയുന്ന വചനങ്ങളുണ്ടല്ലോ. യേശു ക്രിസ്തു പറയുന്നു പിതാവ് എന്നേക്കാൾ വലിയവരാണ്. കറക്റ്റായി, കണ്ടോ? കറക്റ്റായി. ഇനി അതുപോലെ തന്നെ പുത്രനായ ദൈവം ജനിച്ചവനാണ്, പിതാവ് ജനിപ്പിച്ചവനാണ്, അപ്പോ താഴ്ന്ന ദൈവമാണ് പുത്രൻ. കറക്റ്റായി. ഇങ്ങനെ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ, വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ആരിനിസം അത് ശരിയാണെന്ന് തെളിയിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ ആരിനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതിനെ ഞാൻ തൃത്വത്തിന്റെ ക്ലാസ് ഞാൻ ആദ്യം എടുത്തു. സത്ത എങ്ങനെയാണ്, ഹൈപ്പോസ്റ്റാസിസ് എങ്ങനെയാണ്, മൂന്നാളത്തങ്ങൾ, അതിനെ കുറിച്ച് ഞാൻ എടുത്തത് കൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതല്ല എന്നുള്ളതും, മൂന്ന് പേരും ഒരേപോലെയുള്ള സമത്വമുള്ളവരാണ്, മൂന്ന് പേർക്കും ഒരേ ഒരു സത്തയുള്ളൂ. ആ വാക്കിന് പറയുന്നവന് ഹോമോ ഉസിയൂസ്. ഹോമോ ഉസിയൂസ്, ഒരേ സത്തയാണ്, മൂന്ന് പേരും തുല്യരാണ്, പിതാപുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ്, മൂന്ന് പേർക്കും ഒരു സത്തയുള്ളൂ എന്നുള്ള വാദം സഭ നിത്യ കൗൺസിലിൽ അംഗീകരിച്ചു. ഇതാണ് തൃത്വത്തിനെ ആരിനിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത്. ഇന്ന് ഈ വാദം കൊണ്ടു നടക്കുന്ന സമൂഹങ്ങൾ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ വിഭാഗം യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവം മാത്രമാണ് ഏകദൈവം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് മിഖായേൽ മാലാഖയുടെ അവതാരം മാത്രമാണ്. ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പുത്രൻ എന്ന രീതിയിലല്ല അവർ കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഒപ്പമുള്ള ദൈവമായിട്ട് ദൈവത്തിന്റെ പുത്രൻ തമ്പുരാനായി അവർ കാണുന്നില്ല. സൃഷ്ടിയാണ്, മിഖായേൽ മാലാഖയുടെ അവതാരം മാത്രമാണ് യേശു ക്രിസ്തു എന്ന് വാദിക്കുന്നവരാണ് ഈ പറയുന്ന ഈ വിഭാഗം, അതായത് യഹോവ സാക്ഷികൾ ഒരു വിഭാഗം. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്, അത് പെന്തക്കോസ്ത് സഭകളിൽ തന്നെ യാഹ്വിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. പെന്തക്കോസ്തുകാരിൽ യാഹ്വിസ്റ്റുകൾ, യഹോവവാദക്കാർ അതിന് പറയാം മലയാളത്തിൽ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് യഹോവ മാത്രമാണ് ദൈവം, യേശു ക്രിസ്തു കുട്ടി ദൈവമാണ്, ദൈവപുത്രൻ മാത്രമാണ്, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഒപ്പമുള്ള ദൈവമല്ല, പിതാവായ ദൈവത്തെ നമ്മൾ പറയുന്നത് യഹോവയാണ് ദൈവം. ഇതാണ് വണ്ണസ് പെന്തക്കോസ്തക്കാർ
കേരളത്തിലുണ്ടായിരുന്ന എല്ലാ ബന്ധവസ്ഥക്കാരും 2013 വരെ വണ്ണസ് ബന്ധവസ്ഥക്കാരായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, തൃത്വം അംഗീകരിക്കുന്നവരായിരുന്നില്ല. 2013 അവർ ആദ്യമായി തൃത്വം അംഗീകരിച്ചത്. അതിനുള്ള കാരണം ഇസ്ലാം പെന്തക്കോസ്ത് ഡിബേറ്റ് കടന്നു വന്നപ്പോൾ അപ്പോഴാണ് അവർ അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലേക്ക് മെല്ലെ പോകേണ്ടി വന്നു. അങ്ങനെ സഭാപിതാക്കന്മാർ അവർ അംഗീകരിക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന തൃത്വവാദം ലഭിക്കുന്നത്. തൃത്വത്തെ പറ്റിയുള്ള വാദത്തെ പറ്റി 2013 യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. ഇത് ഏകദേശം 2010 മുമ്പ് വരെ ആരും തന്നെ തൃത്വം ബൈബിളിൽ ഇല്ല എന്നതുകൊണ്ട് വിശ്വസിക്കുമായിരുന്നില്ല. അപ്പൊ അവർക്ക് യഹോവയാണ് ദൈവം. അപ്പൊ 2 ടൈപ്പ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു: യഹോവവാദക്കാരും യേശുനാമക്കാരും. യേശുനാമക്കാർ എന്ന് പറയുന്നത് അവർക്ക് യേശുവാണ് ദൈവം. യഹോവവാദക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് യഹോവയാണ് അവരുടെ ദൈവം. അപ്പൊ നമ്മൾ പലപ്പോഴും പാടുന്ന ഭക്തിഗാനങ്ങളിൽ യഹോവ വെച്ച് പാടുന്ന പാട്ടുകളുണ്ട്. അതെല്ലാം ഈ യഹോവവാദക്കാരിൽ നിന്ന് ജനിച്ചു വന്നതാണ്. അപ്പൊ അവർ രക്ഷകനായ യേശുവിനെ കാണുന്നുണ്ട്, പക്ഷെ യേശു ദൈവമായിട്ടോ ഒന്നും അവർ പ്രത്യേകിച്ച് കാണുന്നില്ല. അതിന് പ്രത്യേകത. അപ്പൊ ഇവര് ഉദാഹരണം യഹോവ ഈരേ 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 അങ്ങനെ ഒരു പാട്ട്, പിന്നെ നമ്മൾ പണ്ടൊക്കെ പാടിയിരുന്ന കരിസ്മാറ്റിക് അങ്ങനെ പാടുന്ന പാട്ടുകളാണ്. യഹോവയാം ദൈവം നമ്മോട് കൂടെ, ഈ പാട്ടൊക്കെ. ഇത് ഈ യഹോവയെ കീർത്തിക്കുന്ന ഗാനങ്ങൾ മുഴുവൻ കടന്നു വന്നത് ഇവരിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ കത്തോലിക്ക സഭയിൽ യഹോവ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബെനഡിക്ട് 16 മാർപ്പാപ്പ യഹോവ എന്ന് പറയരുത്, യാഹ്വേ എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. കാരണം AD 6-ാം നൂറ്റാണ്ടിലാണ് യഹോവ എന്ന പേര് ലോകത്ത് ആദ്യമായി ഉച്ചരിക്കപ്പെടുന്നത്. 6-ാം നൂറ്റാണ്ടിന് മുമ്പ് യഹോവ എന്ന ദൈവത്തിന്റെ പേരില്ല. 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യാഹ്വേ എന്നാ പറഞ്ഞിരുന്നത്. യാഹ്വേ എന്നതിനെ അദോനായി എന്നാണ് സംസാരിച്ചിരുന്നത്. ഹല്ലേലൂയ എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുള്ളൂ. യാഹ്വേ എന്ന അർത്ഥത്തിലാണ്. ജർമിയ, ഏലിയ, സ്നാപക യോഹന്നാൻ, യാഹ്, അതുപോലെ യേശു, ഇതൊക്കെ യാഹ് വെച്ചുള്ള പേരുകളാണ്. അപ്പോ യാഹാണ് ദൈവം, യഹോവയല്ല. അപ്പൊ എന്തുകൊണ്ട് യഹോവ വന്നത്? അദോനായിയുടെ അദോനായി എന്ന് പറഞ്ഞാൽ യഹോവയെ കാണുമ്പോൾ കർത്താവ് എന്ന് വിളിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കർത്താവ് എന്ന് വിളിക്കുമ്പോൾ വരുന്ന പദമാണ് അദോനായി. അത് യാഹ്വേക്ക് ചേർത്തിട്ട് യഹോവ. അപ്പൊ ദൈവത്തിന്റെ നാമം പരിശുദ്ധമായി ഉപയോഗിക്കാം, യാഹ്വേ എന്ന് പറയണ്ടല്ലോ എന്ന് കരുതി 6-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നതാണ് യഹോവ. 15-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റുകാർ ബൈബിൾ വിവർത്തനം ഹീബ്രുവിൽ നിന്ന് ആക്കിയപ്പോൾ ഹീബ്രു ബൈബിൾ മെസോറിറ്റി ജ്യൂസ് യഹോവ എന്ന് എഴുതിയത് കൊണ്ട് അവർ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ യഹോവ എന്ന് എഴുതി. അതുകൊണ്ടാണ് POC ബൈബിളിൽ യഹോവ എന്നുള്ള വാക്കില്ലാത്തതും സത്യവേദ പുസ്തകത്തിൽ യഹോവ എന്നുള്ള പേരുള്ളതും. നമ്മളിത് മനസ്സിലാക്കണം. അപ്പോ ഇനി പറഞ്ഞു വന്നത്, യഹോവവാദക്കാരങ്ങനെ നിൽക്കുമ്പോൾ വണ്ണസ് പെന്തക്കോസ്താരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യവേദ പുസ്തകത്തിൽ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല. ഞാൻ ഉദാഹരണത്തിന് ഒരു വചനം പറയാം. യോഹന്നാൻ 1:18. ആ വചനപ്രകാരമാണ്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ദൈവം തന്നെയായ ഏകജാതനെ അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഞാൻ വായിക്കാം വചനം: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇത് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന വ്യക്തമായ ഒരു തെളിവുള്ള വചനമാണ്. എന്താ പറയുന്നത്? പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ, ഗ്രീക്കിൽ തിയോസ് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എന്ന് പറയുകയാണ്. പക്ഷേ ഈ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിലെ സത്യവേദ പുസ്തകത്തിൽ ഈ ബൈബിളിൽ ഈ വചനത്തിലെ അർത്ഥം മാറുകയാണ്. അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ്, പുത്രൻ തന്നെയാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവം തന്നെയായ എന്ന പദം അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, യോഹന്നാൻ 8:24 ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. ഈ ഞാൻ തന്നെ എന്ന പദം യാഹ്വേയെ കുറിക്കുന്നു എന്നുള്ള വസ്തുത ഞാൻ പറഞ്ഞു തന്നു. സത്യവേദ പുസ്തകത്തിൽ ഞാൻ അയാൾ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്ക് മൂലത്തിൽ അതിന് ഈഗോ എമി എന്ന് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർജ്ജമ കടന്നു വന്നത്? യേശു ദൈവമാണ് എന്നുള്ള വസ്തുതയെ മാറ്റി യേശു ദൈവപുത്രനാണെന്നുള്ള വസ്തുതയെയാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഈ വണ്ണസ് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന വിഭാഗം. എന്നാൽ ഇന്നുള്ള പെന്തക്കോസ്തുകാർ മുഴുവൻ തൃത്വത്തെ വിശ്വസിക്കുന്നവരാണ്. അതിനുള്ള കാരണം, ഇന്നുള്ള പെന്തക്കോസ്തുകാർ മുഴുവൻ തൃത്വത്തെ വിശ്വസിക്കാനുള്ള കാരണം 2013 അവരുടെ പ്രധാനപ്പെട്ട ഒരു ലീഡർ കുമ്പനാട് വെച്ച് പ്രഖ്യാപിച്ചു, തൃത്വമാണ് ശരിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അത് വലിയൊരു ക്ലാഷ് ഉണ്ടാക്കി. ഉദാഹരണത്തിന് നിങ്ങൾ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ, കല്യാണം, 2 പെന്തക്കോസ്തുകാർ തമ്മിലുള്ള കല്യാണം, ചക്കനും പെണ്ണും തമ്മിലുള്ള കല്യാണത്തില് അവര് ഇന്നു മുതൽ മരണം വരെ എന്നുള്ള പ്രതിജ്ഞ ബൈബിൾ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ വരൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് മറുപടി പറയുമ്പോൾ വധു യേശുനാമത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ പാസ്റ്റർ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു. അപ്പൊ ആ വധു യേശുനാമത്തിൽ നിന്ന് മാത്രം പറയുന്നു, പിതാവിനും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്ന് പറയുന്നേ ഇല്ല. ഇങ്ങനൊരു സംഭവം വളരെ വൈറലായി പോയൊരു വീഡിയോ ആണ്. അപ്പൊ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് കാരണം ഇപ്പൊ അടുത്ത് മാത്രമേ തൃത്വം അവർ അംഗീകരിച്ചിട്ടുള്ളൂ. യേശുനാമക്കാർ എന്ന് പറയുന്ന വിഭാഗം ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ കൂടുതൽ പെന്തക്കോസ്തുകാരും തൃത്വത്തെ അംഗീകരിച്ച വ്യക്തികളാണ്. ഇങ്ങനെ തൃത്വത്തെ അംഗീകരിക്കാൻ പഠിക്കുമ്പോഴാണ് അവർ ക്രിസ്റ്റോളജിക്ക് വരുന്നത്. ക്രിസ്റ്റോളജിക്ക് പഠിച്ചു വരുമ്പോഴാണ് മരിയോളജിക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് പോയപ്പോഴാണ് സജിത്ത് ജോസഫിനുള്ള പോലെ ആളുകൾ സഭയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇപ്പോഴുള്ള ആളുകൾ വിശ്വസിക്കുന്ന, അവർ തൃത്വമെന്ന് കരുതി വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലും ചെറിയ തെറ്റുകളുണ്ട്. അതാണ് അടുത്ത സഭയുടെ ചരിത്രത്തിലെ മറ്റൊരു സംഭവത്തിലേക്ക് പോകുന്നത്. AD 325 നിക്കിയ കൗൺസിലില് ഇങ്ങനെ പറഞ്ഞു, അതായത് തൃത്വമാണ്, ഹോമോസിയസ്, ഒരു സത്തയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 375 വരെയുള്ള കാലഘട്ടത്തിൽ മെത്രന്മാർ അവരുടെ സ്ഥലങ്ങളിൽ പോയി പഠിപ്പിച്ചപ്പോൾ ഹോമോസിയൂസ് എന്ന പദത്തിൽ HOMOOUSIUS ഇതില് ഹോമോ കഴിഞ്ഞിട്ട് ഒരു ഐ കൂടി ചേർത്ത് പഠിപ്പിക്കാൻ ആരംഭിച്ചു. ആരിസ്റ്റ് പക്ഷത്തുള്ള പലരും ഐ ഇട്ടപ്പോൾ ഹോമോയി ഉസിയൂസ് എന്നായി. ഞാനിത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പറ്റി ബേജാറാവണ്ട, അർത്ഥത്തിലേ ഉള്ളൂ. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടി സമസത്തയാണ്, ഒരു സത്തയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയപ്പോൾ സമാന സത്ത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. സമസത്തയും സമാന സത്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. സമസത്ത എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ ഒരു സത്തയേ ഉള്ളൂ എന്നാണ്. സമാന സത്ത എന്ന് പറഞ്ഞാൽ പിതാവിന് എങ്ങനെയാണോ സത്ത ഉണ്ടായിരിക്കുന്നത് അതേപോലെ പുത്രനും വേറൊരു ദൈവമാണ്, അതേപോലെ പരിശുദ്ധാത്മാവ് വേറൊരു ദൈവമാണ്. 3 പേരും ഈക്വലാണ്, സമത്വമുള്ള 3 വ്യക്തികളാണ് എന്നാണ് ഹോമോയൂസിയൂസ് പഠിപ്പിച്ചപ്പോൾ കടന്നു വന്ന വിഷയം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി, നമുക്ക് മനസ്സിലാവുന്ന രീതി പറയാം. അതായത് തൃത്വത്തിൽ ഒരു സത്തയേ ഉള്ളൂ, 3 ആളത്തങ്ങളാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സപ്പോർട്ടിനിസത്തിൽ ആരിനിസത്തിൽ ഇതായിരുന്നു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് വലിയ ദൈവം, പുത്രൻ കുട്ടി ദൈവം. ഇവിടെ പറയുകയാണ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഈക്വൽ ആയിട്ടുള്ള സമത്വമുള്ള 3 ദൈവങ്ങൾ തന്നെയാണ്. 3 ദൈവങ്ങൾക്കും ഒരേപോലെയുള്ള സമത്വമുണ്ട്. ഈ 3 ദൈവങ്ങളും ഒന്നിച്ചു ചേർന്ന് സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു ദൈവമായി മാറി. അതിനെയാണ് തൃത്വം എന്ന് പറയുന്നത് എന്നാണ് ഇവർ വ്യാഖ്യാനിച്ചത്. അപ്പൊ എന്ത് സംഭവിച്ചു? AD 375 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും കൗൺസിൽ കൂടി ചർച്ച ചെയ്തു. അവർ പറഞ്ഞു ഇത് തൃത്വമല്ല, ഇപ്പൊ പറഞ്ഞ വിഷയം തൃത്വമല്ല, ട്രൈത്തീസം ആണ്. ട്രൈത്തീസം, തൃത്വം എന്ന പദമല്ല അവിടെ ഉപയോഗിച്ചത്, ട്രൈത്തീസം എന്നത്. അതായത് 3 സമാന സത്തയുള്ള 3 ദൈവങ്ങൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേരും ഒന്നിച്ച് ഐക്യപ്പെട്ട് കൂട്ടായ്മയിൽ ഒരു ദൈവമായി മാറി എന്ന് പറയുമ്പോൾ ഇവർക്ക് സത്ത സമാന സത്തയാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ, നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ, അതായത് നമ്മൾ കുർബാന ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, പിതാവിനോട് കൂടെ ഏകസത്തയാകുന്നു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയും പിതാവിനോട് കൂടെ ഏകസത്തയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന സത്തയല്ല, പിതാവായ ദൈവത്തിന്റെ സത്ത ഏതാണോ
അത് തന്നെയാണ് പുത്രന്റെയും സത്ത എന്ന് വളരെ വ്യക്തമായി വിശ്വാസ പ്രമാണത്തിൽ ഇത് ആഡ് ചെയ്തു. നിക്കേഷ് പ്രമാണത്തിൽ തന്നെ ആയിരുന്നില്ല, കോൺസ്റ്റാന്റിന്റെ വിശ്വാസ പ്രമാണത്തിലെ ഈ പിതാവിനുടെ ഏക സത്തയാകുന്നു എന്നുള്ള കാര്യം ആഡ് ചെയ്തു. ഇതോടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തൃത്വം എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന പലരും, കത്തോലിക്കരായവർ പോലും പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിതാണ്. ഈ ട്രൈത്തീസത്തെ കുറിച്ചും ഹോമോയൂസിസിനെ കുറിച്ച് പഠിപ്പിച്ചാലും അവർ അതിന്റെ ആകെത്തുകയായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവം സ്നേഹത്തിൽ ഒന്നായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ട്രൈത്തീസത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നു. നമ്മളെ മാത്രം പ്രശ്നമല്ല, ഇന്ന് പെന്തക്കോസ്തക്കാർ വിശ്വസിക്കുന്ന സകല തൃത്വവിശ്വാസവും ട്രൈത്തീസാണ്. ഏക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നാളത്തിനെ പറ്റി അവർ സംസാരിക്കുന്നേ ഇല്ല. അവർ പറയുന്ന പല ഉദാഹരണങ്ങളും 3 പുഴ ചേർന്ന് ഒരു പുഴയാകുന്നു എന്ന് പറയും, 3 കൂട്ടങ്ങൾ ചേർന്ന് ഒരു കൂട്ടമായി പോകുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതൊന്നും തൃത്വമായിട്ട് ബന്ധമല്ല. ഒരു വൈദികൻ തന്നെ, നന്നായി ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വൈദികൻ തന്നെ 3 സെപ്പറേറ്റ് വ്യക്തികൾ ഒരുമിച്ച് തൃത്വമായതാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തൃത്വം എന്ന് പറയുന്നതിലെ ഈ 3 സെപ്പറേറ്റ് വ്യക്തികൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇതാണ്. ഒരു സത്തയിലെ 3 ആളത്തങ്ങളാണ്, അല്ലാതെ 3 സത്തയുള്ള 3 ആളത്തങ്ങളല്ല. ഇവർക്ക് വിൽ, അപ്പൊ ഞാൻ പറയുന്നത് വിൽ എന്ന് പറയുന്നത്, അതായത് ദൈവം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം ഒരുപോലെ ചിന്തിക്കുന്നു. അപ്പൊ ഈ ഒരുപോലെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അത് ചോദ്യം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ 3 പേരും കൂട്ടായ്മയിലും ഐക്യത്തിൽ ഒന്നായതുകൊണ്ട് പിതാവ് പറയണ പുത്രനോടാ, ഞാൻ ഇന്നതാണ് ചിന്തിക്കുന്നത്, നീ ഓക്കെ ആണോ? ആ പുത്രൻ, ഞാൻ ഓക്കെയാണ്. പരിശുദ്ധാത്മാവ്, ഞാനും ഓക്കെയാണ്. അന്ന് ശരി, നമുക്ക് ഒന്നിച്ചാണ് ചിന്തിക്കാം. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതാണ് പലപ്പോഴും ട്രൈത്തീസിന് ഉണ്ടാകുന്നത്. പിതാവ് പുത്രനുമായി ഷെയർ ചെയ്തു, പുത്രൻ പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്തു, ഒരു ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നിച്ച് ഒരു ചിന്തയായി, ഒരു വില്ലേ ഉള്ളൂ. പിതാവ് പുത്രനോട് പറഞ്ഞു നമുക്ക് സൃഷ്ടിക്കാം, അപ്പൊ ശരി നമുക്ക് സൃഷ്ടിക്കാം. അങ്ങനെയാണെന്ന് കരുതി. അങ്ങനെയല്ല, മറിച്ച് ഒരു സത്തേ ഉള്ളൂ എന്നതുകൊണ്ട് ദൈവം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം ചിന്തിക്കുകയാണ്. കാരണം ഒരു ദൈവമുള്ളൂ. അവിടെയാണ് അതിന്റെ യൂണിറ്റി, അതിന്റെ ആ വില്ല് കടന്നു വരുന്നത്. വിൽ എന്ന് പറയുന്ന സംഭവം, ഒരു ദൈവമേ ഉള്ളൂ, അതുകൊണ്ട് ദൈവം ചിന്തിക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം ചിന്തിക്കും, കാരണം ഒറ്റ വില്ലേ ഉള്ളൂ. അവിടെയാണ് ആ ഒരു ഏകത്വം, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും എത്ര ഏകത്വം, ആ ഏകത്വം വരുന്നത് അവിടെയാണ്. സത്തയിലാണ് ഈ ഏകത്വം, അല്ലാതെ കൂട്ടായ്മയിലല്ല. പക്ഷെ ഇന്ന് പെന്തക്കോസ്തലർ പറയുന്ന തൃത്വം വാദം മുഴുവൻ ട്രൈത്തിസമാണ്. അവർ ഈ സത്തയിലുള്ള ഏകത്തല്ല പറയുന്നത്, കൂട്ടായ്മയിലുള്ള ഏകത്വം പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? 3 ദൈവങ്ങളെ കുറിച്ച് അവർ പറയുന്നു, 3 ദൈവങ്ങൾ ഒന്നാകുന്നതിനെ പറ്റി പറയുന്നു. അങ്ങനെ 3 കൂട്ടർ ബഹുത്വമുള്ള ഏകത്വം എന്ന രീതിയിൽ, ബഹുത്വമുള്ള ഏകത്വം തന്നെയാണ്, പക്ഷെ 3 ഹൈപ്പോസ്റ്റസിസ് ആണ്. പക്ഷെ ഇവര് 3 ദൈവങ്ങളെ ഒന്നാക്കാനുള്ള ശ്രമമാണ്. ഇതാണ് ഇന്നത്തെ കാലത്ത് മുസ്ലിംസ് അവരുടെ ഡിബേറ്റിലെ തൃത്വത്തെ എതിർത്ത് സംസാരിക്കുന്ന വിഷയം എന്നുള്ള കാര്യം. അവർ ഈ വിഷയം സംസാരിച്ചിട്ട് തൃത്വത്തെ വളരെയധികം പരിഹസിക്കുന്ന 3 ദൈവമാണോ, പ്രത്യേകിച്ച് മുഹമ്മദ് ഈസായുടെ പ്രബോധനങ്ങളിലൊക്കെ ഇങ്ങനെയും ഈ തൃത്വത്തിനെ ഇങ്ങനെ ട്രൈത്തീസം എന്ന് പറയുന്ന രീതിയിൽ തൃത്വത്തിനെ വ്യക്തമായി പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. ഇനി മറ്റൊരു കാര്യം കടന്നു വരുന്നത്, സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന ബ്രദറിനെ കുറിച്ച് കേട്ടു. പെന്തക്കോസ്ത് പാസ്റ്ററാണ്. ഇദ്ദേഹം തൃത്വത്തെ പറ്റി അവതരിപ്പിക്കുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം പറയുന്ന കാര്യം തൃത്വം പൈശാചികമാണെന്നാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: പിതാവ് പുത്രനായിട്ട് വന്നു, പുത്രൻ തന്നെ സ്വർഗത്തിൽ പോയിട്ട് പരിശുദ്ധാത്മാവായിട്ട് വന്നു. ഇതിന് പറയുന്ന പേരാണ് അടുത്ത ഹെരസി, മോഡലിസം. നമ്മൾ പലപ്പോഴും തൃത്വത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, ഐസ് ജലമാകുന്നു, ജലം നീരാവിയാകുന്നു. സത്ത ഒന്നല്ലേ? സത്ത ഒന്നാണ്. ഐസ് തന്നെ ജലമാകും, ജലം തന്നെ നീരാവി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 3 ആളത്വങ്ങളില്ല. ഒരാൾ തന്നെ മറ്റാളായി മാറുന്നു, മറ്റാൾ തന്നെ വേറെ ആളായി മാറുന്നു. അപ്പൊ 3 മോഡലുകളാണ്. അതിനെ പറയുന്ന പേരാണ് മോഡലിസം. പിതാവ് തന്നെ പുത്രനാകുന്നു, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവാകുന്നു. ഇതാണ് മോഡൽ. ഐസ് ജലം നീരാവി എന്ന് പറയുന്ന വാദമാണത്. അതാണ് മോഡലിസം. ഇന്നത് കൂടുതൽ പറയുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നുള്ള ബ്രദറാണ്. അദ്ദേഹം ഈ മോഡലിസത്തെയാണ് തൃത്വമായിട്ട് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിതാവ് പുത്രനായിട്ട് വന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഉണ്ടോ എന്ന് വെച്ചാൽ പറയും പിതാവ് മുകളിലുണ്ടെന്ന് പറയും ചെയ്യും.
പരിശുദ്ധാത്മാവ് ഉണ്ടോ ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും പിതാവും പുത്രനും വേറെ സെപ്പറേറ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു വാദം എങ്ങനെയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് മനസ്സിലാകുന്നില്ല. തൃത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദം, തൃത്വത്തെ നിഷേധിക്കുന്നെങ്കിലും തൃത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം നമ്മൾ വാദത്തിന് വെക്കുകയാണ്. ഇതാണ് സെബാസ്റ്റിനിസം എന്ന രീതിയിലാണ് അദ്ദേഹവുമായി ഡിസ്കഷൻ ചെയ്ത മുഹമ്മദ് ഈസ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതൻ അതിനെ വാദിച്ചത്. റിയലി അതൊരു മോഡലിസമാണ്. എന്നാൽ മോഡലിസത്തോട് നിന്ന് വ്യത്യസ്തമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സെപ്പറേറ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ എന്ന രീതി അഞ്ഞിക്കുടിത്തോട്ടം പാസ്റ്റർ, അനിൽകുമാർ അയ്യപ്പൻ, സെബാസ്റ്റ്യൻ, ഇവരൊക്കെ പേര് കെട്ട ആളുകൾ. അപ്പൊ ഇവരുടെ പിറകെ ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ പോവുക. ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഈ തൃത്വവിശ്വാസത്തിൽ ഇങ്ങനെയുള്ള അപജയങ്ങൾ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാതെ അവരുടെ കൂടെ പോകുമ്പോൾ ആ വിശ്വാസങ്ങൾ ശരിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്ന ഒരു വസ്തുത ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മുസ്ലിങ്ങളുമായി ഡിബേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാനൊക്കെ മുസ്ലിങ്ങളുമായി ഡിബേറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് അവരുടെ കുറെ പ്രമാണം എടുത്ത് തെളിവ് പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നല്ല. സഭ, കത്തോലിക്ക സഭ വിഭാവനം ചെയ്യുന്ന ഡിബേറ്റ് അങ്ങനെയല്ല. ദൈവത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇസ്ലാമിലുണ്ട്, ക്രിസ്തു മതത്തിലുണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വിവേചിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അതിലൊരു ഒരു ഫിലോസഫിക്കൽ ആയുള്ള ഡിബേറ്റാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ നടത്തുന്ന ഡിബേറ്റുകളും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അവരെ പ്രവാചകനെ കുറ്റം പറയുകയോ അവരുടെ ദൈവത്തെ കുറ്റം പറയുകയോ അല്ല. അവരെന്ത് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ പോരായ്മ നമ്മുടെ വിശ്വാസം വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഇവിടെ ഞാൻ ഇതിലേക്ക് വരാം. അപ്പൊ ഇത് നമ്മൾ ഉത്തരം കണ്ടു, ആരിനിസം കണ്ടു, ട്രൈത്തിസം കണ്ടു, മോഡലിസം കണ്ടു. മറ്റൊരു വാദം കടന്നു വരിക്കുന്നത് ഇപ്രകാരമാണ്. ഇത് വലിയ ക്ലാസ്സായി പോയി, അത് ഹെറസിരി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം ചോദ്യം ചോദിക്കാൻ അവസരം തരാം. മറ്റൊരു വാദം എന്ന് പറയുന്നത് ആരിനിസം, ട്രൈത്തിസം, മോഡലിസം കഴിഞ്ഞാൽ പാർഷ്യലിസം എന്ന് പറയുന്ന ഒരു വാദമാണ്. പാർഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത 3 കഷണമാകുന്നു. ഒന്നാമത്തെ കഷണം പിതാവ്, രണ്ടാമത്തെ കഷണം പുത്രൻ, മൂന്നാമത്തെ കഷണം പരിശുദ്ധാത്മാവ്. അപ്പോൾ 3 പേര് കൂടി ചേർന്നാൽ ഒരു ദൈവം, 3 പേര് കൂടി ചേർന്നില്ലെങ്കിൽ ഒരു ദൈവമാവില്ല. ഓരോ കഷണങ്ങൾ മാത്രമേ ആവുകയുള്ളൂ. അങ്ങനെ സത്തയെ വിഭജിക്കുക എന്ന രീതിയിലുള്ള പാർഷ്യലിസം എന്ന ഹെരസി. ഇപ്പൊ നമ്മള് ഡിസ്കഷൻ ചെയ്ത പല ഉപമകളും വെച്ചുകൊണ്ട് തൃത്വത്തെ അവതരിപ്പിക്കുമ്പോൾ ഈ പാർഷ്യലിസം എന്ന ഹെരസി വരും. ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, വേര്, തടി, ശിഖിരം. ഞാനത് ദൈവത്തിന്റെ ദൗത്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, പക്ഷെ അതൊരു പാർഷ്യലിസമാണ്. അടിഭാഗം പിതാവ്, നടുഭാഗം പുത്രൻ, മോൾഭാഗം പരിശുദ്ധാത്മാവ്. സൂര്യൻ, സൂര്യരശ്മി, സൂര്യപ്രകാശം, ഇതും പാർഷ്യലിസത്തിന്റെ ഉദാഹരണമാണ്. ഒരു ഭാഗം പിതാവ്, വരുന്ന രശ്മി പുത്രൻ, പ്രകാശിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഉറവ, 6 കടൽ, ഇതും പാർഷ്യലിസത്തിന്റെ ഉദാഹരണമാണ്. ഉറവ, അതിന്റെ ബാക്കി ഭാഗം 6, ബാക്കി ഭാഗം കടൽ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജോസഫ് എന്ന് പറയുന്ന മാഷിന്റെ കൈ വെട്ടിയ കേസ്. ഇസ്ലാമിനെ പറ്റി, അള്ളാഹുവിനെ പറ്റി എന്താ പറഞ്ഞ കൈ വെട്ടിയത്. ആ പുസ്തകത്തില് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചാളയെ, മത്തിയെ 3 കഷ്ണമാക്കിയിട്ട് കഥ ആൾ പറയുകയാണ്, എഴുത്തുകാരൻ പറയുകയാണ്, ഇതുപോലെയാണോ ദൈവം? 3 കഷ്ണം, ഒരു കഷ്ണം പിതാവ്, 2 കഷ്ണം പുത്രൻ, 3ാമത്തെ കഷ്ണം പരിശുദ്ധാത്മാവ്, ഇങ്ങനെയാണോ ദൈവം എന്ന് ചോദിക്കുന്ന ഭാഗവും അതിലുണ്ട്. നമ്മളാരും കൈവെട്ടാൻ പോകാൻ ചെയ്തുകൊണ്ട് അത് ആരും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു നിരീശ്വരവാദ പ്രബോധനത്തിന്റെ ഭാഗമായുള്ള പാഠത്തിൽ അങ്ങനെ വിഷയമുണ്ട് എന്ന കാര്യം പറഞ്ഞാൽ. അപ്പൊ ഇതല്ല, പാർഷ്യലിസം അല്ല തൃത്വം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെ സത്തയെ 3 കഷ്ണമാക്കുന്നതല്ല പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, തൃത്വത്തെ പറ്റി മനസ്സിലാക്കാൻ ഒരു ഗിമിക് അല്ലെങ്കിൽ ഒരു മിത്ത് ഉണ്ട്. ആ മിത്ത് ഇതാണ്. തൃത്വം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സഭാപിതാക്കന്മാർ ഭയപ്പെട്ട ഒരു വിഷയമാണ്. ഈ മിത്തിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമോ എന്ന് അന്നേ സംശയിച്ച ആ മിത്ത് ഇതാണ്. അബ്രാഹത്തിന്റെ കാലഘട്ടത്തിന് നിമ്രോദ്, ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്ന ആളാണ്. നിമ്രോദ് വേട്ടക്കാരനായിരുന്നു പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. നോഹയുടെ മക്കളിലെ ഒരു വ്യക്തിയാണ്. അപ്പൊ നിമ്രോദിന്റെ കാലത്താണ് ബാബേൽ ഗോപുരം പണിയപ്പെടുന്നത്. നിമ്രോദ് നല്ല വേട്ടക്കാരനും ശക്തനായ രാജാവായിരുന്നു. ആ നിമ്രോദിന്റെ ഗവർണർ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. പെൺകുട്ടിയുടെ പേര് സെമരിറ്റസ്. ആ സെമരിറ്റസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രത്യേകത, അവൾ അനാഥ പെൺകുട്ടിയായിരുന്നു. അവളെ വളർത്തിയത് പ്രാവുകളായിരുന്നു. പ്രാവുകൾ അവൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെ വളർന്നു വന്ന പെൺകുട്ടിയെ ഗവർണർ കല്യാണം കഴിച്ചു. അങ്ങനെ ഇരിക്കെ ഈ
സെമിർറ്റസ് സുന്ദരിയായിരുന്നു. നിമ്രോദ് ഗവർണർ ഈ ഭാര്യയെ കണ്ടപ്പോൾ അവളെ മോഹിച്ചു കഴിഞ്ഞപ്പോൾ ഗവർണറെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് സെമിർറ്റസിനെ കല്യാണം കഴിപ്പിച്ച് രാജ്ഞിയാക്കി മാറ്റി. അങ്ങനെ ഇരിക്കെ അവൾ സെമിർറ്റസ് നിമ്രോദിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ രാജാവിനെ കൊന്ന സെമിർറ്റസിനെ കൊല്ലാനായി കടന്നു വന്നു. അങ്ങനെ കൊല്ലാൻ കടന്നു വന്നപ്പോൾ സെമിർറ്റസ് പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ ശിശുവുണ്ട്. നിമ്രോദ് മരിച്ച ഉടനെ തന്നെ എൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ആ കുട്ടിയിൽ വസിക്കുകയാണ്. എൻ്റെ ഉദരത്തിൽ വസിക്കുന്ന കുട്ടി നിമ്രോദാണ് എന്ന് പറയുകയാണ്. അങ്ങനെ സെമിർറ്റസ് പ്രസവിച്ചു. കുട്ടിക്ക് പേരിട്ട് താവോസ്. കുട്ടിയിൽ നിമ്രോദ് ജീവിക്കുന്നു എന്ന് പറയുക. ഇതിനെ ആധുനിക കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ തൃത്വത്തിന്റെ ആദിമ രൂപം എന്ന രീതിയിൽ പരിഹസിച്ച് പറയും. പിതാവ് എന്ന് പറയുന്നത് നിമ്രോദ്, പുത്രൻ എന്ന് പറയുന്നത് താവൂസ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പ്രാവ് വളർത്തിയ സെമിർറ്റസ്. ഇതിനെയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പിതാവ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയും. പക്ഷെ ഈ മിത്തും തൃത്വവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഈ കാലഘട്ടം ഈ ക്ലാസ്സുകൾ കേട്ട വ്യക്തികൾക്ക് അറിയാം. പക്ഷെ ഇതൊരു ഇപ്പൊ നമ്മൾ പറയുകയല്ലേ, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഈ 3 പേരാണ് തൃത്വമായിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് എന്ന് വാദിക്കുന്നത് പോലൊരു വാദം ആ കാലഘട്ടങ്ങളിലെ അന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തൃത്വത്തിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ്? പിതാവ് തന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അവതാരം, പരിശുദ്ധാത്മാവിന്റെ അവതാരമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിന്ന് ജനിച്ചതാണ് പുത്രൻ, പിതാവ് തന്നെയാണ് പുത്രനോട് കടന്നു വരുന്നത് എന്ന രീതിയിൽ തൃത്വത്തെ പിതാവ്, പുത്രൻ, മാതാവ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് എംബറമ്മാനുവിനെ പോലുള്ള ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം. അപ്പൊ ഇത് മാത്രമല്ല, പിതാവ്, പുത്രൻ, മാതാവ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അറേബ്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൃത്വം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, മാതാവാണെന്ന രീതിയിൽ മുഹമ്മദ് നബി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഖുറാനിലെ പല ആയത്തുകളിലും തൃത്വം എന്ന രീതിയിൽ പിതാവ്, പുത്രൻ, മാതാവ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ, നിന്നെ ആരാധിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ, നിന്റെ മാതാവിനെ ആരാധിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മുഹമ്മദ് ഈ ഖുറാനിലൂടെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം വിശ്വാസികൾ എങ്ങനെയാണ് തൃത്വത്തെ കാണുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടും. അതുപോലെ ഇന്ന് കാലഘട്ടങ്ങളിൽ ഞാൻ പല കത്തോലിക്കരെയും കണ്ടിട്ടുണ്ട്. കത്തോലിക്കരായ ആളുകൾ ഞാൻ സൂക്ഷിച്ച പ്രഘോഷണം നടത്തിയിട്ട് മാതാവ് പരിശുദ്ധാത്മാവിന്റെ അവതാരമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് വിഘടിച്ചു പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ മാതാവ് പരിശുദ്ധാത്മാവിന്റെ അവതാരമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താ പറയുമോ? യേശു ക്രിസ്തു പിന്നെ മനുഷ്യനല്ല. കാരണം യേശു ക്രിസ്തുവിന് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം കിട്ടുന്നത് മറിയം എന്ന മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നത്. ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് യേശുവിന്റെ മനുഷ്യത്വത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഞാനിത് പറയുന്നത് തൃത്വം എന്ന് പറയുന്ന വിഷയത്തിന്റെ വിവിധങ്ങളായ ഹെറസികൾ എങ്ങനെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കത്തോലിക്കർ മാതൃഭക്തി കൂടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അവതാരമായി മാതാവിനെ വർണ്ണിക്കുമ്പോൾ അതെങ്ങനെ സഭാപിതാക്കന്മാർ അതിനെ എതിർത്തിരുന്നു, എങ്ങനെ ആ മിത്തോളജി കടന്നു വന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വിഭാഗമാണ് തൃത്വം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റു വിഷയം. അതായത് ഹിന്ദുമതമുണ്ട്, ക്രിസ്തുമതമുണ്ട്, മുസ്ലിം മതമുണ്ട്, നിരീശ്വരവാദികളുണ്ട്. 4 കൂട്ടരുണ്ട്. ഈ 4 കൂട്ടരെ തൃത്വത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം പറയാൻ പോകുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾ ഞാൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും അനാദിയിലുണ്ട്. സമയമുണ്ടാകുന്നതിന് മുമ്പ് 3 പേരുണ്ട്. 3 ഒരു ദൈവമാണ്. ഒരു ദൈവത്തിന്റെ 3 ആളുകളാണ്. ഈ വസ്തുത ഞാൻ അവതരിപ്പിച്ചു. ഹിന്ദു മതം സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മൾ അറിയണം. അവർ പരബ്രഹ്മത്തെയാണ് അടിസ്ഥാനപരമായിട്ട് അവർ ഏകദൈവം എന്ന കൺസെപ്റ്റിൽ എത്തുമ്പോൾ, അദ്വൈതം എന്ന കൺസെപ്റ്റിൽ എത്തുമ്പോൾ പരബ്രഹ്മത്തെയാണ് അവർ ആരാധിക്കുന്നത്. ഈ പരബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിർഗുണ പരബ്രഹ്മമാണ്. അതായത് പരിശുദ്ധിയോ നന്മയോ തിന്മയോ ഇല്ലാത്ത ദൈവം, അതാണ് നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധനല്ലെങ്കിലും പാപി അല്ലെങ്കിലും മാത്രമേ മോക്ഷം പ്രാപിക്കാൻ പറ്റുള്ളൂ. നന്മ ചെയ്താൽ മോക്ഷം പ്രാപിക്കാൻ പറ്റില്ല. അത് ഹിന്ദു മതവിശ്വാസപ്രകാരമുള്ള സംഭവമാണ് പറഞ്ഞത്. ഇനി ഹിന്ദു മതവിശ്വാസപ്രകാരം അനാദിയിൽ ഓങ്കാരം ഉണ്ടായിരുന്നു. ഓങ്കാരമാണ് സൃഷ്ടികർമ്മം ചെയ്യുന്നത്.
വചനം ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ പറയുന്ന യോഹന്നാൻ 1 പറയുന്ന അതേ സംഭവം ഓങ്കാരം എന്ന രീതിയിലാണ് ഹിന്ദു മതത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓങ്കാരം എന്ന സംഭവം ഉണ്ടായിരുന്നു, പരബ്രഹ്മമുണ്ട്. ഇനി പരിശുദ്ധാത്മാവ് എന്ന കൺസെപ്റ്റ് ഹിന്ദു മതത്തിലില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ദൈവം. നമ്മൾ പറഞ്ഞു സർവ്വവ്യാപിയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൽ ആണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. അതായത് പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു, പുത്രൻ അവിടെ സൃഷ്ടികർമ്മം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സൃഷ്ടികളൊന്നും തന്നെ ദൈവങ്ങളല്ല. ഞാൻ ദൈവമല്ല, കല്ല് ദൈവമല്ല, മണ്ണ് ദൈവമല്ല. കാരണം അത് ദൈവ ചൈതന്യം ദൈവം വ്യാപരിക്കുന്നു, പക്ഷെ അതൊക്കെ സൃഷ്ടികളാണ്. എന്നാൽ ഹിന്ദു മതത്തിൽ തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, സകലത്തിലും ദൈവം ഇരിക്കുന്നു, എന്നിലും നിന്നും ദൈവം ഇരിക്കുന്നു, ഞാനും നീയും ദൈവമാണ്, എല്ലാം ദൈവമാണ്. അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതാണ്. അതാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനപരമായ കാരണം. ഇതാണ് ഹിന്ദു മതത്തിന്റെ തൃത്വത്തെ വീക്ഷണത്തിൽ ഈ പറയുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത്. ഇനി നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു എനർജിയിൽ വിശ്വസിക്കുക. ഒരു എനർജി ഉണ്ട്, അനാദിയിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് സമയത്തിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ ക്രമവൽക്കരണം വേണം. ആ ക്രമമാണ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയും പ്രിൻസിപ്പിൾ. അത് പുത്രന്റെ റോള് ചെയ്യാം. പുത്രനാണ്, വചനമാണ് സംവിധാനം ചെയ്യുന്നത്. ഇവിടെ പറയും പ്രിൻസിപ്പിളാണ് സംവിധാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റിയ കൺസെപ്റ്റ് ഇല്ല, പ്രപഞ്ചം തന്നെയാണ് അവരുടെ ദൈവം. പക്ഷെ അവരുടെ ദൈവത്തിന്റെ ആ എനർജിക്ക് ജീവനില്ല. അതായത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി ഉണ്ട്, ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എനർജി ഉണ്ട്, പക്ഷെ ആ എനർജിക്ക് ജീവനില്ല. ഇതാണ് ദൈവമുണ്ട്, ദൈവത്തിന് ജീവനില്ല എന്നാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ പഠിപ്പിക്കുന്നത്. എൻ്റെ ശരിക്കും ആഴത്തിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യം തന്നെ പ്രപഞ്ചം ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്, എനർജിക്ക് പക്ഷെ ജീവനില്ല. എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു സംവിധാനമുണ്ട്, അത് മാത്തമാറ്റിക്സ് ആണ്, അക്രമത്തിലാണ് അതൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നവർ വിശ്വസിക്കുകയാണ്. പിതാവ് പുത്രന്റെ റോള് ചെയ്യുന്നത് എനർജിയും പ്രിൻസിപ്പിളുമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അടുത്തത് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ ഒരു അള്ളാഹു എന്ന് വിളിക്കുന്നു. ആ ദൈവത്തിന് ഒരു ഹൈപ്പോസ്റ്റാസിസേ ഉള്ളൂ, പുത്രനും പരിശുദ്ധാത്മാവില്ല, പിതാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്? ദൈവത്തിന്, അവർ അള്ളാഹുവിനെ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ഉമ്മുൽ കിതാബ് എന്ന ഗ്രന്ഥം സൃഷ്ടിക്കുന്നു, ഒരു പുസ്തകം സൃഷ്ടിക്കുന്നു. ഉമ്മുൽ കിതാബ് എന്ന പുസ്തകങ്ങളുടെ അമ്മ, തോറയുടെയും ഇഞ്ചീലിന്റെയും ഖുറാന്റെയും അമ്മയായ ഉമ്മുൽ കിതാബ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ കലം സൃഷ്ടിക്കുന്നു. കലം എന്ന് പറഞ്ഞ പേന സൃഷ്ടിക്കുന്നു. പേന കൊണ്ട് ആ ഉമ്മുൽ കിതാബിൽ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ പോകുന്നുള്ള കാര്യം എഴുതി വെക്കുന്നു. ലോകാവസാനം വരെയുള്ള ആളുകളുടെ മുഴുവൻ ഹിസ്റ്ററിയും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയ വിധി അനുസരിച്ച് ലോകത്ത് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരികയില്ല. പകരം അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നബിമാരെയും മലക്കുകളെയും ഭൂമിയിലേക്ക് അയക്കുന്നു. അവരാണ് ഭൂമിയെ ക്രമവൽക്കരിക്കുന്നത്. സർവ്വവ്യാപി അല്ല ദൈവം, സർവ്വ നന്മ സ്വരൂപനുമല്ല അള്ളാഹു. കാരണം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് പുറപ്പെടുന്നു. അള്ളാഹു സർവ്വവ്യാപി അല്ല. അതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല, ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കുകയാണ്, സമയമുണ്ടാകുന്നതിന് മുമ്പാണോ ഉമ്മുൽ കിതാബ് എന്ന ഗ്രന്ഥം ഉണ്ടായത്? സമയമുണ്ടാകുന്നതിന് മുമ്പാണോ കലം ഉണ്ടായത്, അതോ സമയത്തിന് ശേഷമാണോ? കാരണം സമയത്തിന് മുമ്പാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിത്യമാണ്. അള്ളാഹു നിത്യമാണ്, ഉമ്മുൽ കിതാബ് നിത്യമാണ്, കലം നിത്യമാണ്, പേന നിത്യമാണ്, അതിലെഴുതിയുള്ള വചനങ്ങൾ നിത്യമാണ്. അപ്പൊ 4 നിത്യമായതെല്ലാം ദൈവമാണ്. ഈ സമയത്തിന് മുമ്പാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവകാശപ്പെട്ടാൽ സമയം ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളത് ദൈവമായി മാറും. സമയത്തിന് ശേഷമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തെ ആര് സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു? കാരണം ഇതിലെഴുതപ്പെടാത്ത സമയം സൃഷ്ടിക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പല പണ്ഡിതന്മാരിലും ചോദിച്ചിട്ടുണ്ട്, അവർക്ക് അതിന് മറുപടി ഉണ്ടായില്ല. അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്ന സൃഷ്ടിക്കപ്പെടാത്തവനും, സമയത്തിന് മുമ്പുള്ളതാണ് പുത്രൻ എന്ന കാര്യം. ഇതാണ് ഈ വിഷയം. ഇനി
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൃത്വത്തെ കുറിച്ച് പറ്റിയുള്ള ഹെരസികളും അത് ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആളുകൾക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നും അതെങ്ങനെയാണ് ഡിബേറ്റബിൾ ആയിരിക്കുന്നതെന്നും മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് നിരീശ്വരവാദത്തിന് വരെ എങ്ങനെയാണ് ഇതിനെ ഡയലോഗ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ വലിയൊരു ക്ലാസ്സായി പോയി. ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ ഈ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്തത്. ക്ലോസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. 3ാമത്തെ ക്ലാസ് ആയല്ലോ. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിതിൻ്റെ ഇത് റെക്കോർഡറാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേട്ട് ഒരിക്കൽ കൂടി അത് മനനം ചെയ്യാം എന്ന് പറയുകയാണ്. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. തൃത്വത്തെക്കുറിച്ചുള്ള നല്ലൊരു ഉൾക്കാഴ്ച ലഭിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. വളരെ ഡീറ്റെയിൽ ആയ ഒരു ക്ലാസ് ആയിരുന്നു. അല്പം ഓടിച്ചിട്ട് പോയത് കൊണ്ട് ആൾക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. റെക്കോർഡ് ക്ലാസ് നമുക്ക് ഇതിന്റെ യൂട്യൂബ് വീഡിയോ അവൈലബിൾ ആയിരിക്കും. അത് കേട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. സാധാരണ വ്യക്തികളെ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബ്രദറെ ഒരു സംശയം ചോദിച്ചോട്ടെ? യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ച ഒരു 33 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പൊ പിതാവ് എന്ത് ചിന്തിക്കുന്നു അതിന് പുത്രൻ ചിന്തിക്കുന്നത്, പുത്രൻ എന്ത് ചിന്തിക്കുന്നു അതിന് പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യനായി അവതരിച്ച ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണോ? അതെ. അതായത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് 2 സത്തയുണ്ട്. നമ്മൾ തൃത്വത്തിൽ എന്താ പറഞ്ഞത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 പേർക്ക് ഒരു സത്തയേ ഉള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത, മനുഷ്യാവതാരം ചെയ്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി. വചനമാകുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യനായി. നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണ മനുഷ്യനാകുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്. യേശുക്രിസ്തുവിന് മാനുഷിക ശരീരമുണ്ട്. യേശുക്രിസ്തുവിന് മാനുഷിക ബുദ്ധിയുണ്ട്, മാനുഷിക മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ മനുഷ്യൻ എന്ന നിലയിൽ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യത്വത്തിലുണ്ട്. യേശുക്രിസ്തു വചനമാകുന്ന ദൈവമായതുകൊണ്ട് തന്നെ വചനമാകുന്ന പുത്രൻ തമ്പുരാന്റെ ചിന്തയും യേശുവിനുണ്ട്, വില്ലുണ്ട്. അപ്പൊ 2 ഇച്ഛയാണ് യേശുക്രിസ്തുവിനുള്ളത്. പക്ഷെ 2 സെപ്പറേറ്റ് വ്യക്തികളല്ല, ഒറ്റ വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ തൃത്വത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നിക്യ കൗൺസിലും പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലും കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യം പറഞ്ഞത്. അപ്പോഴാണ് 419 എഫോസസ് സുനോസും 439 448 9 കാൽസിലോണി സുനോസും വരുന്നത്. അത് ഇതേ സംശയം നമുക്കുണ്ടായി, ഇതേ സംശയം സഭപിതാക്കന്മാർക്കുണ്ടായി. അപ്പൊ അവരത് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഈ കൗൺസിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ഹൈപ്പോസ്റ്റാസിസ് ഒന്നേ ഉള്ളൂ, ഒറ്റ വ്യക്തിയേ ഉള്ളൂ, ഒരു മനുഷ്യനുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ദൈവത്തിൻ്റെതായ ഒരു വില്ലുണ്ട്, മാനുഷിക വില്ലുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? യേശുക്രിസ്തു ചിന്തിക്കുമ്പോൾ ദൈവിക വില്ല് എന്താണോ, ദൈവത്തിന്റെ മനസ്സ് എന്താണോ, അതിനെ മാനുഷിക മനസ്സ് അനുസരിക്കും. അതാണ് പലപ്പോഴും യേശു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ വന്നിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം, എൻ്റെ പിതാവ് പറയുന്നതല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അവസാനം ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചിട്ടാണ് ഇത് 2ഉം കൂടി പിരിയാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എന്ന രീതിയിൽ, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുമ്പോൾ, ഏദൻ തോട്ടത്തിൽ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ നിന്റെ ശരിയല്ല എൻ്റെ ശരി. ആദം പറയുക, ദൈവം പറഞ്ഞു നന്മതിന്മ വിഷയത്തിന്റെ പഴം ഭക്ഷിക്കരുത്, ഭക്ഷിച്ച് നീ മരിക്കും. ആദം പറയുകയാണ്, നിന്റെ ശരിയല്ല എൻ്റെ ശരി, നിന്റെ ഹിതമല്ല എൻ്റെ ഹിതം, ഇത് ഞാൻ ഭക്ഷിക്കും, ഇത് ഞാൻ ഭക്ഷിച്ച് ദൈവത്തെ പോലെയാകും എന്ന് ആദം പറയുകയാണ്. അപ്പൊ ഇതിന് എങ്ങനെയാ രക്ഷ വരിക? ഇത് പറഞ്ഞ ആ പാപം എവിടെ വന്നു? ആ പാപത്തിന് നേരെ ഓപ്പോസിറ്റ് പുണ്യം ചെയ്യണം. അതായത് ദൈവമേ നിന്റെ ശരിയാണ് ശരി, എൻ്റെ ശരിയല്ല ശരി എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത്. അപ്പൊ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു മാനുഷിക മനസ്സുണ്ട്. പിതാവേ എൻ്റെ ഹിതമല്ല
അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ തന്നെയുള്ള വിൽ, മാനുഷിക വിൽ, യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവിക വില്ലിനോട് അനുസരണം കാണിക്കുകയാണ്. അതാണ് ക്രിസ്റ്റോളജി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ആ കാര്യം ക്ലിയർ ആയി. അപ്പൊ അതായത് യേശുക്രിസ്തുവിന്റെ ഉള്ളില് ദൈവത്വമുണ്ട്. അപ്പൊ ആ ഉള്ളിലുള്ള യേശുവിന്റെ ആത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് ഒരിക്കൽ പോലും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ഞാൻ ആ സമയത്ത് യേശുവിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് പിന്നീട് പരിശുദ്ധാത്മാവായിട്ട് പിന്നെ പരിശുദ്ധാത്മാവും യേശു ക്രിസ്തു ഒരുമിച്ചുള്ള യാത്രയിലായിരുന്നു ഈ ഞാൻ സ്ഥാനം കഴിഞ്ഞിട്ടുള്ള 3 വർഷക്കാലം. അതായത് ഇവിടെ വരുന്ന വിഷയം ഉണ്ടെങ്കിൽ പിതാവും പുത്രനുമുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ സംഭവിക്കുക ചെയ്യുന്നത്. പിതാവും പുത്രനുള്ള ഐക്യം പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. നമ്മൾ ആരാധന അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആണ് ആരാധന. അതായത് പരിശുദ്ധാത്മാവ് ഇൽ എന്ന ആ പ്രിപ്പോസിഷനെയാണ് പറയുന്നത്. പിതാവിനോട് നമ്മൾ കൂട്ടിമുട്ടണമെങ്കിൽ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യേശുക്രിസ്തുവില് ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യാത്മാവ് വേറെയുണ്ട്, പരിശുദ്ധാത്മാവ് വേറെയുണ്ട്. പരിശുദ്ധാത്മാവ് വേറൊരു ആളത്ത് തന്നെ പിതൃത്വത്തിലെ. എന്നാൽ മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് യേശു മനുഷ്യൻ എന്നതിലുള്ള ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പിതാവുമായി സംവദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുക പരിശുദ്ധാത്മാവിൽ മാത്രമേ സംഭവിക്കൂ. പരിശുദ്ധാത്മാവിന് പ്രത്യേകത, പരിശുദ്ധാത്മാവിനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. പരിശുദ്ധാത്മാവിലാണ് ഇതെല്ലാം സംഭവിക്കുക. പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ വരുന്നത് പരിശുദ്ധാത്മാവിലാണ് ഈ ഐക്യം കടന്നു വരുന്നത്. ഇപ്പൊ നമ്മള് പരിശുദ്ധത്വത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ് തൃത്വമായി ഐക്യപ്പെട്ടു. പിതാവായ ദൈവം 17:3 പറയുന്നില്ലേ, പിതാവായ ദൈവത്തിനെ അവൻ അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് എത്തിച്ചത്. അപ്പൊ ഈ അറിയുക എന്ന സംഭവം നടക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതെ, ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മ ഇത്രയൊക്കെ അറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മള് ഒരു ബാഹ്യമായ ഒരു സ്നേഹ പ്രകടനമായിട്ട് പോകും. ശരിക്കും ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന് തീവ്രത കൂടുകയുള്ളു. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം അതിന് വളരെ പ്രചോദനമായിട്ടുണ്ട്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വേറെ ആർക്കെങ്കിലും കുർബാനയ്ക്കൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴേ തൃത്വത്തെ പറ്റി അറിഞ്ഞിട്ട് നമ്മള് കുർബാന ആരാധിക്കുന്നതും തൃത്വത്തെ പറ്റിയുള്ള അറിവില്ലായ്മയിൽ ആരാധിക്കുന്നതും ഭയങ്കര വ്യത്യാസമാണ്. തൃത്വത്തെ പറ്റി അറിഞ്ഞ് ആരാധിക്കുമ്പോൾ ഞാൻ തൃത്വത്തിലേക്ക് ഒന്നാക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്നത്. തൃത്വത്തെ പറ്റി അറിയാതെ ആരാധിക്കുമ്പോൾ ഞാൻ ദൈവത്തെ എവിടെ ഇരിക്കുന്ന ദൈവത്തെ ആരാധിക്കില്ല. അങ്ങനൊരു വ്യത്യാസം വരും. ഓക്കെ, അടുത്ത സംശയം ചോദിക്കാം. എന്താണ് ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പറഞ്ഞോ. മത്തായിയുടെ സുവിശേഷം 24-ാം തിരുവചനം, ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പൊ ഈ ഒരു വചനത്തെ പറ്റി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഈ ഒരു വചനം വെച്ചുകൊണ്ട് തന്നെ താഴേക്ക് പഠിപ്പിക്കുന്നുണ്ട്. തൃത്വത്തെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നത് അതിനർത്ഥം യേശുക്രിസ്തുവിനെ അറിയില്ല, തന്റെ ദൈവത്വത്തിൽ അറിയില്ല എന്നല്ല അർത്ഥം. പിതാവിനെ അറിയുന്നതെല്ലാം പുത്രനറിയാം. പക്ഷെ അവിടെ ആ വിഷയം പറഞ്ഞെങ്കിൽ സംഭവിക്കും, ലോകാവസാനത്തെ പറ്റി പറയണം, അങ്ങനെ വിഷയം വരിക. അങ്ങനെയുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കൗൺസിലേഴ്സ് പറയും, മരണത്തെ പറ്റി ദർശനം കണ്ട പറയരുത്, മോഷണത്തെ പറ്റി ദർശനം കണ്ട പറയരുത്, വിവാഹത്തെ പറ്റിയുള്ള ദർശനങ്ങൾ കണ്ട പറയരുത് എന്ന് കൗൺസിലേഴ്സിനോട് പറഞ്ഞു പഠിപ്പിക്കും. കാരണം ഇത് മൂന്നും മനുഷ്യന്റെ സെലക്ഷനിൽപ്പെട്ട കാര്യമാണ്. മരിക്കാൻ ദൈവം ഒരു തീരുമാനം വെച്ചാലും എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. വിവാഹം എന്ന് പറയുന്നത് ദൈവം തീരുമാനിച്ചാലും ആ വ്യക്തി അതിനായിട്ട് വേറെ വിവാഹിച്ചു കൊണ്ടുവന്ന സംഭവം ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് മോഷണം കണ്ടാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായുള്ള വൈരാഗ്യത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറയരുതെന്ന് പറയും. ഇതുപോലെ തന്നെ യേശുക്രിസ്തു ചെയ്യുന്ന
ഒരു പ്രവൃത്തിയായിട്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നത്. പുത്രനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പുത്രനെ അതിനെ പറ്റി അറിയില്ല എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ പുത്രൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നടത്തിയ ഒരു എസ്കേപ്പിസം പോലുള്ളൊരു വചനമാണത്. പറയാൻ പാടില്ലാത്ത കാര്യം അങ്ങനെ പറഞ്ഞു എന്നുള്ള സംഭവമാണ്. അത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വാട്സാപ്പിൽ ആ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. പെട്ടെന്ന് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. കിട്ടുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, ഓക്കെ ബ്രദർ, താങ്ക് യു. ജിഷ സിസ്റ്ററെ എന്താണ് ചോദിക്കേണ്ടുള്ളത്? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വീണ്ടും വീണ്ടും തമ്പുരാനെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ജിൻഡോ ബ്രദറിനെ ഓർത്ത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മണിക്കൂറായിരുന്നു ഇത്. ബ്രദറെ, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു, ഈശോയും നമ്മളും ഒന്നാവുന്നു. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ പരസ്പരം കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആരാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ മറ്റൊരാളിലെ ഈശോയെ സ്തുതിക്കുകയാണല്ലോ ചെയ്യുന്നേ. അപ്പം അത് ഈ ഹൈന്ദവരുടെ എല്ലാത്തിലും ദൈവമുണ്ട് എന്ന് പറയുന്ന ആ വിശ്വാസവുമായിട്ട് സാദൃശ്യമുണ്ടോ, അതോ ഇതിന് വേറൊരു വ്യാഖ്യാനമാണോ? എന്താണ് ബ്രദറെ പറയാനുള്ളേ? നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ആണ് നമ്മൾ ഓരോരുത്തർ. അല്ലാതെ നമ്മൾ ദൈവമാവുന്നില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവം, ഞാൻ സൃഷ്ടിയാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പുത്രൻ തമ്പുരാനാണ് ദൈവം, ഞാൻ സൃഷ്ടിയാണ്. എന്നാൽ ഹിന്ദു മതം സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവമാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. അതിൽ ഓരോ വ്യക്തി അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ദൈവമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന രീതിയിലുള്ള കൺസെപ്റ്റാണ്. അതായത് അവർക്ക് ഒരു വിഗ്രഹത്തെ, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞാൽ ആ മുത്തശ്ശൻ്റെ ആത്മാവിനെ എടുത്ത് മുത്തപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിലാക്കി വെച്ച് പ്രാർത്ഥിച്ച അവർക്ക് ദൈവമാണ്. കാരണം എല്ലാവരിലും ദൈവമുണ്ട്, അങ്ങനെ അതുകൊണ്ട് ദൈവമാണ്. അപ്പൊ അവരെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് ദൈവത്തിൽ പരിശുദ്ധാത്മാവിലാണ് സൃഷ്ടി സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിക്കും സൃഷ്ടിക്കും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്. അതൊരിക്കലും ദൈവമാകുന്നില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ മിശിഹായ്ക്ക് നമ്മൾ സ്തുതി പറയുന്നത്, വ്യക്തിക്കല്ല സ്തുതി പറയുന്നത്. വ്യത്യാസം മനസ്സിലായെന്ന് കരുതുകയാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോടാണ്, എന്നെ പോലെയുള്ള തല്ലുപുള്ളികൾ ഈ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്ന് കയറുക, അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങിയിട്ടൊക്കെ ആയിരിക്കും വന്ന് കയറുക. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടാവും ക്ലീൻ എന്ന് പറഞ്ഞൊരു സൗണ്ട്. അതുപോലെ എന്റെ പിന്നാലെ വരുന്നവര് ജോയിൻ ചെയ്തപ്പം അവിടെയും കിട്ടും ക്ലീൻ എന്നുള്ള സൗണ്ട്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിന്റെ സമയത്ത് അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടാല് ക്ലാസ്സിനിടയ്ക്ക് അതൊരു അഭംഗിയായിട്ട് തോന്നുകയില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ പണി പഠിച്ചു വരുന്നേ ഉള്ളു. എന്തായാലും പറഞ്ഞ അഭിപ്രായം നമ്മള് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിച്ചാൽ കുഴപ്പമുള്ള കേസല്ല. എന്താ പറയാ, ഞാൻ ചോദിച്ചത് മണ്ടത്തരായി പോവോ എന്നുള്ള പേടി കൊണ്ട് ചോദിക്കാതിരിക്കണ്ട. പത്ത് 17 പേരുണ്ട്. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാഞ്ഞിട്ടാണ്, ഇനി സംശയമൊന്നുമില്ല, എല്ലാം മനസ്സിലായിട്ട് സംശയം ഇല്ലാത്തതുകൊണ്ടാണ് അറിയില്ല. ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലാകുന്നെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പലവിധ ഭാഷണതകളാണ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിലാണ് പോയത്. അതെ, 1ഉം 2ഉം ക്ലാസ്സുകളും മനോഹരമായിട്ട് ഒന്നും കൂടി കേൾക്കുക. അതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ബ്രദറെ, ഈ ഒരു സംശയമേ, അതായത് ഇപ്പോ ഈ ത്രിത്വത്തെ കുറിച്ച് നമ്മളിങ്ങനെ വിവിധങ്ങളായ മേഖലകളിലൂടെ മനസ്സിലാക്കി ഇതിന്റെ ഒരു ആകത്തുക എന്ന നിലയിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ? ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ എന്ന വ്യക്തിയെ എൻ്റെ അപ്പൻ എൻ്റെ മകൻ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ഞാൻ എന്ന വ്യക്തിയെ എൻ്റെ മകൻ
അപ്പൻ എന്ന നിലയിൽ കൺസിഡർ ചെയ്യുന്നു. എന്റെ ഭാര്യ ഞാൻ എന്ന അതേ വ്യക്തിയെ ഭർത്താവ് എന്ന രീതിയിൽ പരിഗണിക്കും. അപ്പോ ദൈവം എന്ന ആ ഒരു ശക്തിയെ പുത്രൻ എന്ന നിലയിലും പരിശുദ്ധാത്മാവ് എന്ന നിലയിലും കാണുമ്പോൾ ഞാൻ എന്ന ഏക വ്യക്തി എന്റെ ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കുന്നത് പോലെ, ഞാൻ എന്ന അതേ വ്യക്തി എന്റെ അപ്പനും മകനായിരിക്കുന്നത് പോലെ, ഞാൻ എന്ന അതേ വ്യക്തി എന്റെ മക്കൾക്ക് അപ്പനായിരിക്കുന്നത് പോലെ ഒരു വ്യക്തിത്വത്തിൽ ഈ 3 ഘടകങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ ഇതിനെ കൊണ്ടുവരാൻ കഴിയില്ലേ? ഇതിന് പറയുന്ന പേരാണ് പൊസഷൻ വാദം. അതായത് ഞാൻ ഇരിക്കുന്ന പൊസിഷനാണ് അവിടെ മാറുന്നത്. ഒരേ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ അപ്പൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ മകൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ ഭർത്താവ്. അത് ഒരേ വ്യക്തി തന്നെ അവിടെ വരുന്നുള്ളൂ. പക്ഷെ പൊസിഷൻ മാറുന്നു. ഓരോ വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം പൊസിഷൻ മാറുന്നു. നമുക്കൊരിക്കലും അങ്ങനെ ദൈവത്തെ പറയാൻ സാധിക്കില്ല. കാരണം പരിശുദ്ധാത്മാവിനെ ഏത് പൊസിഷനിൽ നിർത്തിയിട്ട് നമുക്ക് പുത്രൻ എന്ന് വിളിക്കാൻ പറ്റൂല. പിതാവിനെ ഏത് പൊസിഷനിൽ നിർത്തിയാലും ആരുടെ കൂടെ നിർത്തിയാലും പുത്രൻ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റൂല. എന്ന പ്രത്യേകത. ഇപ്പൊ നോക്കൂ, പുത്രൻ എന്ന് പറയുന്നത് പിതാവിനെ സംബന്ധിച്ച് പുത്രനാണ്, നമ്മെ സംബന്ധിച്ച് പുത്രനാണോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് പുത്രനായിട്ട് പൊസിഷൻ മാറ്റി നമുക്കോ മാലാകന്മാർക്കോ പിതാവിനോ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ പൊസിഷനാണ് മാറിയിരിക്കുന്നത്, കസേര മാറിയെന്നുള്ളൂ. വീട്ടിലെത്തുമ്പോ അപ്പനായി, മുഖ്യമന്ത്രിയായി, നിയമസഭയിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി, മനസ്സിലാവും, പൊസിഷനാണ് മാറിയിരിക്കുന്നത്. അപ്പൊ ഇത് പൊസഷൻ വാദം എന്ന് പറയുന്ന ഒരു ഹെരസിയാണ്. ഇങ്ങനെയല്ല തൃത്വം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഒരു ദൈവം 3 ആളുകളിൽ, 3 പേരും 3 ആളുകൾ തന്നെയാണ്. ആ 3 ആളുകളിലും വസിക്കുന്നത് ഒരു ദൈവമാണ്. 3 ആളുകളിൽ 3 ദൈവങ്ങളല്ല, ഒരു ദൈവമാണ്. 3 ആളുകൾ. ഞാനത് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ, എനിക്ക് 3 ശരീരമുണ്ടെങ്കിൽ ആ 3 ശരീരത്തിലും ഞാൻ തന്നെയാണ്. എനിക്ക് 3 ശരീരമുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 3 അരൂപികളാണ്, ശരീരങ്ങളല്ല. ഈ 3 അരൂപികളിലും വസിക്കുന്ന ഒരൊറ്റ ദൈവമാണ്. അതാണ്. അപ്പൊ 3 അരൂപികളിലും പിതാവ് എന്ന് പറയുന്ന അരൂപി അല്ല പുത്രൻ, പുത്രൻ എന്ന അരൂപി അല്ല പരിശുദ്ധാത്മാവ്. പിതാവിനെ ഏത് പൊസിഷനിൽ ഇരുത്തിയാലും പുത്രനാവില്ല, പുത്രനെ ഏത് പൊസിഷനിൽ ഇരുത്തിയാലും പിതാവ് ആവില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്. ഈ 3 എപ്പോഴും സെപ്പറേറ്റ് 3 അരൂപികൾ തന്നെയാണ്. പക്ഷെ അവരുടെ ഉള്ളിലായിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചിന്തിക്കും. ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ 3 പേരും ഒരുമിച്ച് സൃഷ്ടിക്കും. 3 പേരും തന്നെ 3 പേർക്ക് സെപ്പറേറ്റ് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഒറ്റ ചിന്തയുള്ളൂ. 3 ദൈവങ്ങളല്ല, ഒറ്റ ദൈവം, 3 അരൂപികളിൽ. ഇതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഈ പൊസിഷൻ വാദം പറയുന്ന വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഇങ്ങനെ നമ്മൾ കാണുമ്പോ പുത്രനായ, അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവത്തെ നമ്മൾ പൊതുവായിട്ട് ദൈവമായിട്ട് കാണുന്നു. എന്നാൽ മനുഷ്യാവതാരത്തിലൂടെ യേശു ഭൂമിയിൽ വന്ന് പൂർണ്ണ മനുഷ്യനായി നിൽക്കെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായ യഥാർത്ഥ പിതാവായ ദൈവം അവിടെ അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരു പിതാവായ ദൈവമായി നിലനിൽക്കുന്നു. അത് ശരിയാണോ? അല്ല, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങളാണുള്ളത്. ഈ 3 ആളത്വങ്ങൾക്ക് 3 ദൗത്യങ്ങളുണ്ട്. അത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. ഇതാണ് 3 ദൗത്യം. ഒരു മതവേദന പഠിപ്പിക്കുന്ന വിഷയമാണ്. അപ്പോ ഇതിലെ പിതാവിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്, എല്ലാം ഉത്ഭവിക്കുന്നത്, എല്ലാവരുടെ ഉത്ഭവ കേന്ദ്രം. പുത്രനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൽ ആണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ വ്യാപിച്ചു നിൽക്കുന്നത് ദൈവ ചൈതന്യമാണ്, അത് പരിശുദ്ധാത്മാവാണ്, പിതാവല്ല. പരിശുദ്ധാത്മാവാണ് വ്യാപിച്ചു നിൽക്കുന്ന ആളത്വം എന്ന് പറയുന്നത്. അതിലേക്ക് ഇറങ്ങി വന്ന് സൃഷ്ടികർമ്മം നടത്തുന്നത്, സംവിധാനം ചെയ്യുന്നത് വചനമാകുന്ന പുത്രൻ തമ്പുരാനാണ്. ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം, സൃഷ്ടിയുടെ പ്രഭവ കേന്ദ്രമാണ് പിതാവ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരുന്നു. എന്റെ പുറകിലുള്ള ചിത്രം നമുക്കറിയാം, അത് പിതാവ്, പുത്രൻ, പരിശുദ്ധ. അത് മിറർ ഇമേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടിരിക്കുന്നത്. ഇപ്പുറത്ത് ശരിക്ക്
ഇപ്പുറത്ത് പിതാവും തലക്കിൽ പുത്രൻ, വലതുവശത്ത് പരിശുദ്ധാത്മാവാണ്. അതിന്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. അത് വിശുദ്ധ ജസ്റ്റിന്റെ റിഫോയുമുള്ള സംവാദത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഞാൻ ആ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ആ വിഷയം. ആ ക്ലാസ്സിൽ കേൾക്കാർക്ക് നന്നായിരിക്കും. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ആളുകൾ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത്? പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പ്രപഞ്ചത്തിന് പുറത്ത് അതീതനായി നിൽക്കുന്നത് പിതാവ്, പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത് പുത്രൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിനുവേണ്ടി ആ ഒരു 3 ചിത്രങ്ങൾ നമ്മുടെ ഇതിലില്ലേ ബ്രദറെ? അതൊന്നും ഇടാൻ പറ്റുമോ? സൂര്യൻ, സൂര്യരശ്മി, സൂര്യപ്രകാശം. ഓക്കെ. ഇപ്പൊ ഈ ഒരു കൺസേണിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കട്ടായോ? ഓക്കെ. കൺഫ്യൂഷനായി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ, ഇപ്പൊ ഉദാഹരണത്തിന് ചില ചിത്രങ്ങളിൽ പിതാവായ ദൈവത്തിന് നരച്ച മുടിയും താടിയും ഉള്ള ഒരു ക്യാരക്ടറായിട്ടും ഒരു മിനിറ്റ് പതറേ, ഞാൻ ഈ 3 ചിത്രങ്ങളൂടെ നമ്മുടെ സ്ക്രീനിൽ തെളിയുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ചിത്രം എടുത്ത് പതറേ, ബാക്കിലേക്ക്. ഇത് കണ്ടോ? ഉറവ 6 കടൽ. ഉറവ അവിടെ ഉണ്ട്. ഉറവ കാണാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഇതിൽ വരുന്നത് പുഴയാണ്, കടലിൽ വന്ന് വ്യാപിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഈ കടൽ, കടന്നു വരുന്നതാണ് പുത്രൻ, ഉറവയാണ് പിതാവ്. അടുത്ത ചിത്രം കാണിച്ച്, സൂര്യൻ, സൂര്യരശ്മി, സൂര്യപ്രകാശം. സൂര്യൻ നമ്മുടെ അടുത്തേക്ക് വരില്ല, നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് പുത്രൻ. സൂര്യരശ്മി വ്യാപിക്കുന്നത് പരിശുദ്ധാത്മാവ്. അടുത്ത ചിത്രം, വേര്, തടി, ശിഖിരം. വേര് നമുക്ക് കാണാൻ പറ്റില്ല, തടി നമുക്ക് കാണാം. നമ്മുടെ അടുത്ത് തടിയാണുള്ളത്. വ്യാപിക്കുന്നത് ശിഖിരങ്ങളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് ദൈവത്തിന്റെ ഈ ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യകാലത്തെ ഐക്കൺസ് എന്ന് പറയുന്നത്, മതി പതറേ, എന്റെ ചിത്രം എടുക്കോ? ഞാനിരിക്കുന്നത് ആദ്യകാലത്തെ ഐക്കൺസ് എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമത്വമുള്ള ഐക്കൺസ് ആണ്. എന്റെ പുറകിലുള്ള ചിത്രം കാണാം. 3 പേരും ഒരേ മോചയും ഒരേ ഇതുമാണ്. അപ്പൊ ഒരേപോലെയുള്ള ആൾക്കാരനെ വെച്ചിരിക്കുന്നത്, സമത്വമുള്ളത്. പിന്നീട് ഈ കാലത്ത് പിന്നീടുള്ള ഐക്കൺസിൽ എന്ത്, പിതാവിനെ വയസ്സായ അപ്പാപ്പനാക്കി വെച്ചു, പുത്രനെ ചെറുപ്പക്കാരനാക്കി വെച്ചു, യേശുക്രിസ്തുവിന്റെ രൂപമാക്കി വെച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാവാക്കി വെച്ചു. ഇങ്ങനെ ഐക്കണുകൾ ചിത്രീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയാണ്. ഒരിക്കലും വയസ്സായ ഒരു അപ്പാപ്പന്റെ പോലെ അല്ല പിതാവ്. പിതാവ് അരൂപിയാണ്. പിതാവായ ദൈവത്തിന് രൂപമില്ല. പരിശുദ്ധാത്മാവായ ദൈവത്തിന് രൂപമില്ല. പുത്രനായ ദൈവത്തിനാണ് രൂപമുള്ളത്. മനുഷ്യാവതാരം ചെയ്തത് കൊണ്ട് മനുഷ്യരൂപത്തിൽ ഇന്നും ആയിരിക്കുന്നു. ഓക്കെ. അപ്പം ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ ഒരു ചോദ്യം കിടക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ പിതാവേ എന്ന് വിളിച്ച യേശു പ്രാർത്ഥിക്കുമ്പോ ഈ പിതാവായ ദൈവം ഒരു വ്യക്തിയായി അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ കരുതണമോ? തീർച്ചയായും പിതാവായ ദൈവം ഒരു ആളത്വമാണ്. ആളത്വമുണ്ട്. ഞാൻ പറഞ്ഞ പുത്രനിൽ നിന്ന് വ്യത്യസ്തമായി പിതാവായ ദൈവം ഒരു അരൂപിയായ ദൈവമുണ്ട്. പിതാവിന്റെ പ്രതിച്ഛായയാണ് പുത്രൻ, 2ാമത്തെ ആളത്വം. 3ാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. 3 ആളുകളാണ്. 3 പേരും 3 വില്ലുള്ള 3 സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ള, അങ്ങനെയല്ല. ഒരു ദൈവത്തിന്റെ ഒറ്റ ചിന്തയുള്ളൂ. ഒരു ദൈവത്തിന്റെ 3 ആളുകളാണ്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 3 അരൂപികളാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ 2 രീതിയിലുള്ള പിതാവെ വിളി വരുന്നുണ്ട്. ഒന്നാമത്തത് പിതാവായ ആളത്വത്തിനെ നമ്മൾ വിളിക്കുക. ഉത്ഭവം അവിടെ നിന്നാണല്ലോ, പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. പുത്രൻ ജനിക്കുന്നതും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന അവിടെ തന്നെയാണ്. പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പുത്രനിൽ നമ്മൾ പിതാവേ എന്ന് വിളിക്കുക, ഒന്നാമത്തത്. 2ാമത്തെ പിതാവേ എന്നുള്ള വിളിക്ക് വേറെ അർത്ഥം കിടക്കുന്നത്, അത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ലേ, സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ പിതാവില് പിതാവ് മുതലും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുകയാണ്. ഇതല്പം ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്നതുകൊണ്ടാണോ ഈ വിഷയത്തിൽ അധികം സഭയിൽ അധികം തൊടാത്തത്? ധ്യാന കേന്ദ്രങ്ങളോ ആത്മീയ ഗുരുക്കന്മാരോ? ഇത് സഭ ഇതിനെപ്പറ്റി പഠിച്ച് ഇഷ്ടംപോലെ പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിക്കിയ കൗൺസിലും കഴിഞ്ഞപ്പോൾ
ഇത് വളരെ കറക്റ്റാണ്. ഇപ്പൊ കത്തോലിക്കസഭയുടെ മതബോധനം CCC 251 മുതൽ കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായി പഠിച്ചു വായിച്ചാൽ ഇത് വളരെ കറക്റ്റായി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ആളുകൾ വ്യാഖ്യാനിക്കുന്നതിന് കാരണം ഇതിന്റെ പറ്റിയൊരു ബോധ്യത്തിലേക്ക് കൊണ്ട് പലരും കൊണ്ട് ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കുറെ തെറ്റുകൾ കടന്നു വന്നത് കൊണ്ട് പറയാൻ ഭയമുണ്ട്. പഠിച്ച ആളുകൾ പോലും ലാസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഐസ് ജലം നീരാവി ഇതന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട്. ബ്രദർ പറയുന്ന ഈ പൊസഷൻ വാദം പറയുന്ന വൈദ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാൽ ഭാര്യ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അമ്മ, അങ്ങോട്ട് തിരിഞ്ഞാൽ മകൾ എന്ന് പറയുന്ന ഒരു മെത്രാനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ ആൾക്ക് പറയാൻ കുറെ പറഞ്ഞു ആളിപ്പോ അത് ലാസ്റ്റ് മനസ്സിലാവുന്നില്ലെന്ന് കണ്ടപ്പോ ഇതന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് അങ്ങനെ ഒരു എസ്കേപ്പിസത്തിന്റെ ഭാഗമായി ഹെരസികളിലേക്ക് മരണിച്ചില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ പ്രബോധന ഭാഗങ്ങളിലെ ഈ ഒരു അച്ഛനൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതല്ല ശരി എന്ന് പറയാൻ വേണ്ടി മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കുക. തിരിച്ചു ചോദിക്കാനോ അതിനെ പറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ലെവലിലേക്കുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അച്ഛൻ വിചാരിക്കുക അപ്പൊ അതന്നെ ശരി എന്ന രീതിയിലേക്ക് നമ്മൾ മെല്ലെ ഒതുങ്ങിക്കൂടുമ്പോ ഇതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. പുസ്തകത്തിലുള്ളത് എന്തോ അത് പഠിച്ച് അങ്ങനെ തന്നെ എഴുതി വെക്കുക, മാർക്ക് വാങ്ങുക, അങ്ങനെ അപ്പുറത്തേക്ക് തൃത്വം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് പഠിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഈ വിഷയം ഇത് പഠിക്കാനും അതിനുള്ളിലേക്ക് വരാനും അതിന്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് ഉണ്ടാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോവിഡ് കാലത്ത് ക്ലബ് ഹൗസിലൂടെ കുറെ മുസ്ലിംസ് ആയിട്ടും പെന്തക്കോസ്തരായിട്ടും ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് പഠിക്കാൻ നിർബന്ധിതനായി. പഠിച്ചപ്പോൾ ഇതിന്റെ ഓരോരോ ഭാഗങ്ങളും ഇടപിരിച്ച് ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിലെ ഡിറ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിറ്റോ എന്നെ അറിയുന്നത് അങ്ങനെ ഞങ്ങൾ കണക്ഷൻ ആയത്. അപ്പോൾ അതില് കോവിഡ് കാലത്തുണ്ടായൊരു അനുഭവം, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇഴകീറി ഇതിന്റെ ഉള്ളിലേക്ക് ബോധ്യത്തിലേക്ക് വരാൻ സാധിച്ചത്. നമ്മളോടൊരാള് ഇപ്പൊ ബ്രദർ ഇപ്പൊ ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിച്ചോളും കേട്ടോളും എന്നുള്ള സംഭവത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ആത്മീയ ബോധ്യത്തിൽ വളർച്ച വരാത്തത് പലർക്കും. ഓക്കെ, താങ്ക് യു. അപ്പം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സബ്ജക്റ്റ് ആണ് ഇത്. സത്യത്തിൽ ഞാൻ ഈ വചനപ്രഘോഷണ രംഗത്ത് 10-27 വർഷമായിട്ടും അധികം തൊടാത്തൊരു സബ്ജക്റ്റ് ആണ്. കാരണം അത് തൊട്ടാൽ അത് കൈപൊള്ളും. തന്നെയല്ല, അതിന്റെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുക അത്ര എളുപ്പമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതായിരിക്കും, അങ്ങനെ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും ആരും അതിൽ തൊടാത്തത്. എനിവേ, ഞങ്ങള് കുറെ ആഴമായിട്ട് ഇത് മനസ്സിലാക്കി. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി തന്ന ഈ സമയം വിലപ്പെട്ട സമയമാണ്. തീർച്ചയായിട്ടും നന്ദിയുണ്ട്. ഇത് കണ്ട് ഇത് അവസാനിപ്പിക്കാതെ ഇനിയും എന്തെങ്കിലും സാധ്യതകൾ സമയം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് ബ്രദർ വരുന്നതിന് ഞങ്ങൾ 100% വെൽക്കം ചെയ്യുന്നു. അതിനുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിപ്പിക്കുന്നവരല്ല, പഠിക്കാനിരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്താണ് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ബ്രദറിന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡിറ്റോയുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ബ്രദറിന് തോന്നുന്ന പക്ഷം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും കോംപ്ലിക്കേറ്റഡ്